Additional Superintendent of Police. Shafi will join us later. Molthu Thira Suguliyanda, he has taken to the hospital. So he has requested, please don't wait for me for the inauguration, I'll come and join. Okay, so I request Sri Radhakrishnan to formally inaugurate the World Stroke Day camp which we are organizing. Please come. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ബുദ്ധി വേദിയിലുള്ള മറ്റ് മാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, സാധാരണ ഇത്തരമൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മുഖ്യാതിഥിയായിട്ട് വിളിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസറെ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ സംഘാടകരുടെ മനസ്സിലൊരു നല്ല ഉദ്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, പോലീസ് ഓഫീസർമാരാകുമ്പോൾ അധികം പ്രസംഗിച്ച് സമയം കളഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല, പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ച് ആ പരിപാടിയുടെ കാതലായിട്ടുള്ള മറ്റ് ബോധവൽക്കരണ പരിപാടിയിലേക്ക് കടക്കാൻ പറ്റുമെന്നൊരു നല്ല ഉദ്ദേശത്തിലാണ് സാധാരണ ഞങ്ങളെ പോലീസ് ഓഫീസർമാരെ പരിപാടികൾക്ക് വിളിക്കാറ്. ഞാൻ ആ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല. നിങ്ങളുടെ കാതലായിട്ടുള്ള ഇന്നത്തെ പരിപാടിയുടെ ബോധവൽക്കരണ പരിപാടിക്ക് തടസ്സമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെ, പോലീസാകുന്നതിന് മുമ്പ് B.Ed ഒക്കെ കഴിഞ്ഞ ഒരു 5-6 വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന പഴയൊരു മാഷുടെ മനസ്സുമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ, അതൊരു പക്ഷെ വരാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിനെ കുറിച്ചൊരു വലിയ നല്ല പ്രതീക്ഷകൾ നൽകുന്ന കാര്യങ്ങളല്ല ഓരോ ദിവസവും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള വേദികൾ നിങ്ങളുടെ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. സംസാരിക്കാൻ വിഷയമില്ലാത്തതുകൊണ്ടല്ല. ഇന്നത്തെ കാതലായി ഒരു പരിപാടിയുടെ സമയം അപഹരിച്ചെടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ഔചിത്യ ബോധം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. സാധാരണ ഇതുപോലൊരു ഞായറാഴ്ച ഞങ്ങളെപ്പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സമയത്തോളം, പ്രത്യേകിച്ച് ജില്ലയുടെ മൊത്തം ചാർജുള്ള ഒരാളെന്നുള്ള രീതിയിൽ ബാക്കിയുള്ള 6 ദിവസങ്ങളിലും വളരെ ടൈറ്റായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ കിട്ടുന്ന ഞായറാഴ്ച, ഇന്നും ഉച്ചയ്ക്ക് ശേഷമൊക്കെ മറ്റ് പരിപാടികളുണ്ട് പോലീസിന്റേതായിട്ടുള്ള. അപ്പൊ കഴിയുന്നത് ഞായറാഴ്ച രാവിലെ പ്രത്യേകിച്ച് 8 മണിക്ക് ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റാവുന്ന ഒഴിവുവഴികൾ പറഞ്ഞു. ഇനി അതും സാധിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ നിർദോഷമായിട്ടുള്ളൊരു കളവോ എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണെങ്കിൽ പോലും എൻ്റെ അതിന് രക്ഷപ്പെടാറാണ് പതിവ്. പക്ഷെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് അത്തരത്തിലൊരു ക്ഷണം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അത് ഉപേക്ഷിക്കാനോ നിരസിക്കാനോ പറ്റുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഈ ഞായറാഴ്ച ഈ സമയത്ത് ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാമെന്ന് ഞാൻ വിളിച്ച ഉടനെ തന്നെ സമ്മതിച്ചു. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞത് വിളിച്ചത് പ്രദീപ് ഡോക്ടറാണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിരസിക്കാൻ പറ്റാത്തൊരു ക്ഷണമാണത്. വന്നേ പറ്റൂ എന്നറിയുന്നത് കൊണ്ട് നിരസിക്കാൻ പറ്റാത്ത ഒരു ക്ഷണമാണെന്നുള്ളത് കൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ അതിലും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത, അതൊരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരെക്കാട്ടിലും, എനിക്ക് തോന്നുന്നു വേദിയിരിക്കുന്ന ഡോക്ടർമാരെക്കാട്ടിലും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്, അനുഭവിച്ച ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ്. ഒരുപക്ഷെ എന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന ഡോക്ടർമാരുടെ അവരുടെ ബോധവൽക്കരണ പരിപാടിയിലൊക്കെ ഇനി പറയാൻ പോകുന്ന, നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അത് നമ്മുടെ മാറിയ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളായാലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സമയത്തിന് അതിന് പ്രഥമ ശുശ്രൂഷ കിട്ടേണ്ടെന്ന ആവശ്യകത, എൻകോൾഡർ എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങൾ എനിക്ക് കേൾക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരാള് എന്നുള്ള രീതിയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് തോന്നിയതും കൂടിയാണ് ഈ ദിവസം ഈ മൈക്കിന് മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അനുഭവിച്ചത് എന്ന് ഞാൻ പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോവിഡിന്റെ ഒക്കെ തുടക്കത്തിന് തൊട്ട് മുമ്പ് ശബരിമല മകരവിളക്ക് ഡ്യൂട്ടി നിങ്ങൾക്കറിയാം. ശബരിമലയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് അറിയാം.
ഇപ്പൊ അടുത്ത മാസം മുതൽ ശബരിമല സീസൺ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അനിവാര്യമായിട്ടും ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ് ശബരിമലയിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. പലപ്പോഴും പോലീസിന്റെ ടൈറ്റായിട്ടുള്ള ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന പല ജോലികൾക്കിടയിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ചില ജോലികളായിട്ട് പലരും കാണുന്നൊരു ഡ്യൂട്ടിയും കൂടിയാണ് ശബരിമല ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ഹെക്ടിക്കായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ആ സീസണിന്റെ അവസാനം നടക്കുന്ന മകരവിളക്ക് സമയത്തുള്ള 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്യൂട്ടി ഷെഡ്യൂളാണ് അതിനകത്ത് ഏറ്റവും തിരക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സീസണിൽ മകരവിളക്കിന്റെ അവസാനത്തെ സെക്ഷനിൽ ഡ്യൂട്ടി കിട്ടിയ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ശബരിമല ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ കിട്ടുമ്പോൾ ഡ്യൂട്ടി കിട്ടുന്ന സമയത്തും അവിടെ അയ്യപ്പന്റെ ശ്രീകോവിലിന് തൊട്ട് മുമ്പില് ഞങ്ങളുടെ ഡ്യൂട്ടി പോയിന്റ് സോപാനം എന്ന് പറയുന്ന ആ ഡ്യൂട്ടി പോയിന്റിൽ ഡ്യൂട്ടി കിട്ടുക എന്ന് പറയുന്നതാണ് ആ ഡ്യൂട്ടിക്ക് പോകുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഭാഗ്യത്തിനാവാം എനിക്ക് ആ വർഷം സോപാനത്തിന്റെ ചാർജുള്ള DYSP ആയിട്ടാണ് ഡ്യൂട്ടി കിട്ടിയത്. അങ്ങനെ അവിടെ ഡ്യൂട്ടിയുടെ അവസാന ദിവസം മകരവിളക്ക് നടക്കുന്ന ദിവസം നമുക്കറിയാം, മകരവിളക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം മകരജ്യോതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം അയ്യപ്പന്മാരൊക്കെ അവിടെ തമ്പടിക്കുന്ന ഒരു സമയമാണ് അതിന്റെ അവസാന ദിവസം എന്ന് പറയുന്നത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ശബരിമല ദർശനത്തിന് പോകുന്ന ആൾക്കാർ ദർശനം കഴിഞ്ഞ് കൂടി വന്ന ഒരു ദിവസം അവിടെ താമസിച്ച് പിറ്റേന്ന് മലയിറങ്ങി തിരിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷെ മകരജ്യോതിയുടെ തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ ആൾക്കാർ അയ്യപ്പന്മാരൊക്കെ അവിടെ വന്ന് ഹോൾട്ട് ചെയ്ത് അതിനുള്ള കാടിലും മലയിലൊക്കെ അവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഹോൾട്ട് ചെയ്ത് 4-5 ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന ആൾക്കാരെല്ലാം ശബരിമലയുടെ വിവിധ വനപ്രദേശങ്ങളെല്ലാം നിന്ന് മകരജ്യോതി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഒന്നിച്ചൊരു മലവെള്ള പാച്ച പോലെ ഇറങ്ങുന്ന ഒരു അന്തരീക്ഷമാണ് മകരവിളക്ക് കഴിഞ്ഞിട്ടുള്ള ജ്യോതി കഴിഞ്ഞതിന് ശേഷമുള്ള അവിടുത്തെ ഡ്യൂട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അന്ന് ആ വർഷത്തെ മകരജ്യോതി കഴിഞ്ഞ് നമുക്കറിയാം പന്തളത്തുനിന്ന് തിരുവാഭരണമൊക്കെ കൊണ്ടുവന്ന് അയ്യപ്പന് ചാർത്തി, ആ ചാർത്തി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഉടനെയാണ് മകരജ്യോതി പൊന്നമ്പലമേട്ടില് മകരജ്യോതി തെളിയുക. ആ മകരജ്യോതി തെളിയുന്ന ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഈ ശബരിമലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്നിച്ചിറങ്ങുകയും ചെയ്യും. ഇത്രയും ആൾക്കാരുടെ വാഹനങ്ങളൊക്കെ പമ്പ തൊട്ട് നിലക്കിലോട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലത്തും പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ആ സമയത്ത് അങ്ങോട്ട് പോയിട്ടുള്ളവർക്ക് അറിയും. ആ സമയത്ത് മകരജ്യോതി കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീകോവിലിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഞാൻ കുഴഞ്ഞു വീണു എന്നാണ് പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല. അവിടെ മെഡിക്കലിൽ തലയടിച്ച് വീണ എന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന, കാരണം മകരജ്യോതി ആയത് കാരണം എല്ലാ സീനിയർ പോലീസ് ഓഫീസേഴ്സും റവന്യൂ ഓഫീസേഴ്സ് എല്ലാം ശബരിമലയിൽ ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. അന്ന് ADGP ആയിരുന്നായിരുന്ന ശ്രീജിത്ത് സാറ് ആണ് എന്നെ എടുത്തിട്ട് സന്നിധാനത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടിയെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. സന്നിധാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സന്നിധാനം ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അവർ ഡിക്ലെയർ ചെയ്തു ആള് പോയി. ഡിക്ലെയർ ചെയ്തു എന്ന് മാത്രമല്ല, ആ വിവരം അപ്പൊ തന്നെ അവിടെ കൂടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരെല്ലാം, നമുക്കറിയാം പോലീസിന്റെ സംവിധാനം അനുസരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ അത് വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്ത് പോലും ആ വാർത്ത എത്തുകയും ചെയ്യും. അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ട ഒരു ആള് അവിടെ സന്നിധാനം ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടർമാർ അവസാനത്തെ ശ്രമം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്, ഷോക്ക് കൊടുത്ത സമയത്ത് ചെറിയൊരു പൾസിന്റെ ഇത് കണ്ടു എന്നുള്ളതിന്റെ പേരിൽ അവരൊരു അടുത്ത ഒപ്പീനിയന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമുക്കറിയാം മകരജ്യോതി, ഞാൻ അതാണ് ആദ്യം വിശദീകരിച്ചത്. മകരജ്യോതി കഴിഞ്ഞ് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ഒന്നിച്ച് പമ്പയിലേക്കും അവിടെ നിന്ന് ആയിരക്കണക്കിന് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു നിമിഷം പുറത്തേക്ക് വരേണ്ടത് എങ്ങനെ സാധിക്കുന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ ആ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് വെറും 6 മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തിച്ച് അവിടുന്ന് ICU ആംബുലൻസിൽ തിരുവല്ലയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് 2 ആഴ്ചയോളം ICUവിൽ കിടന്നതിന് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരു ആള് എന്നുള്ള രീതിയിൽ ഞാനത് സൂചിപ്പിച്ചത്, ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏറ്റവും അർഹതയും ഉത്തരവാദിത്വമുള്ള ഒരാള് ഞാനാണെന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് സമ്മതിച്ചത് എന്നുള്ളത്. ഞാനത് പറയാനുള്ള കാരണം ഒരുപക്ഷെ അതിന്റെ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഇത് സാധാരണ ആർക്കും സംഭവിക്കാവുന്നതാണ്. ഇന്നും കൂടെയുള്ള ഓഫീസർമാരും അവിടെ വർക്ക് ചെയ്യുന്ന സീനിയർ ഓഫീസേഴ്സും പറയാറുണ്ട്, ശബരിമല സന്നിധാനത്ത് വെച്ച് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായ അധികം ആരും പേരും രക്ഷപ്പെട്ടതായിട്ടുള്ള ചരിത്രവും ഇല്ല. അതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ
സംഭവം കഴിഞ്ഞ സമയത്ത് ഉണ്ടായ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ഓഫീസർമാരും അതിനുശേഷം വിവരം അറിഞ്ഞിരുന്ന എല്ലാവരും ചോദിച്ചൊരു ചോദ്യം സാറിന് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അവർക്ക് അറിയാമായിരുന്നു സാധാരണ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിലുള്ള ആൾക്കാരുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന് വിരുദ്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇന്നേ വരെ മദ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലാത്ത, ബിയർ പോലും രുചിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരാളാണ് എന്നുള്ളത് ഫോഴ്സിൽ എല്ലാവർക്കും അറിയാം. സാധാരണ SI ആയിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഈ അന്ന് ചാരായൊക്കെ ഉള്ള സമയമായിരുന്നു. ചാരായം പിടിക്കാനും കഞ്ചാവ് പിടിക്കാനൊക്കെ പോകുന്ന സമയത്ത് അത് പിടിച്ചതിന് ശേഷം അതിനെഴുതുന്ന മഹസറിൽ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നൊരു വാക്കുണ്ട്. അവരുടെ കണ്ട ചാരായോ അല്ലെങ്കിൽ കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള മയക്കുമരുന്നുകളോ രുചിച്ചും മണത്തും നോക്കിയതിൽ അത് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് അത് സീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സീഷർ മാസ്റ്റർ എഴുതുക പോലീസ്. പക്ഷെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ആ മഹസറിൽ അങ്ങനെ ഒരു വാക്ക് ചേർത്തിട്ടില്ല. കാരണം രുചിച്ചു നോക്കിയിട്ട് അത് അറിയാത്തത് കൊണ്ട് ഞാൻ ആ വാക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നേ വരെ ആ മഹസർ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടും ഒരുപക്ഷെ രാവിലെ നടക്കാനും അത്യാവശ്യം യോഗയൊക്കെ ചെയ്യുന്ന സാർക്ക് ഇതെങ്ങനെയാണ് പറ്റിയതെന്ന് പലരും ചോദിച്ചു. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ബോധവൽക്കരണ പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അന്നത്തെ ആ ഉണ്ടായ ദിവസം രാവിലെ പോലും സന്നിധാനം ഹോസ്പിറ്റലിൽ വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഷുഗറോ കൊളസ്ട്രോളിന്റെയോ അല്ലെങ്കിൽ BP-യുടെയോ ഒന്നും ഒരു ലാഞ്ചനയും കാണിച്ചിട്ടില്ലാത്ത ഒരാൾ ഒരു വൈകുന്നേരം അങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവിടെ ചികിത്സിച്ചതോ പിന്നീട് ചികിത്സിച്ചാലുള്ള ഡോക്ടർമാർക്കൊന്നും വിശദീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് നമുക്കറിയേണ്ടത് ഇതിനെക്കാട്ടിലും അപ്പുറത്തൊക്കെ ഇതിനുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. രണ്ടാമതായിട്ട് ഈ തരത്തില് ഒരു സംഭവം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായതുകൊണ്ട് സാധാരണ നമ്മൾ നാട്ടിൽ ചോദിച്ച് കേൾക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള അങ്ങനെയുള്ള കേൾക്കുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെയുള്ളൊരു ജീവിതശൈലി കൊണ്ടൊന്നും കാര്യമില്ല, മദ്യപിക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാതിരുന്നോ എക്സസൈസ് ചെയ്തിട്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതൊക്കെ വരേണ്ടത് വരുന്ന സമയത്ത് വരും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ എന്റെ എത്രയോ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഇങ്ങനെ വല്ല ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ട്, അവസാനം ഇതല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഈ ഒരു ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്യപ്പെടേണ്ടതായതുകൊണ്ടാണ് ഞാനിത് ആമുഖമായിട്ട് സൂചിപ്പിച്ചത്. ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു സംശയമാണ് നമ്മളെ സംബന്ധിച്ചോളം. ഈ ഒരു അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളൊരു അവസരം എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന പുതിയ അസുഖങ്ങളെ ഏറ്റവും അധികമായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് എന്തുമാത്രം അർത്ഥവത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലുണ്ടാക്കിയിരുന്ന അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വിനോദത്തിന് വേണ്ടി സിനിമ കാണാനൊക്കെ പുറത്തു പോയിരുന്ന ഒരു ജീവിതശൈലിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അല്ലെ, വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് സിനിമ കാണാനൊക്കെ പുറത്തേക്ക് പോകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതശൈലി നമുക്ക് നോക്കിയാൽ അറിയാം, വീട്ടിലിരുന്ന് സിനിമ കണ്ട് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി എന്ന് പറയുന്നത്. ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റം സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് സിനിമ കാണാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്ന കാലത്തില്ലാതിരുന്ന പല അസുഖങ്ങൾ, അല്ലാണ്ട് അന്ന് വ്യാപകമായിട്ട് ഉണ്ടാവാതിരുന്ന പല അസുഖങ്ങളും ഇന്ന് വ്യാപകമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടിയതാണെന്ന് നമുക്കറിയാം. ഈ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യാറുള്ളത് സാധാരണ നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മളൊരു ക്ലിനിക്കിലേക്ക് പോവുകയാണ് ചെയ്യുക, ഒരു ഡോക്ടറെ കാണുകയാണ് ചെയ്യുക. അതിന്റെ ഡയഗ്നോസിസ് കഴിഞ്ഞതിന് ശേഷം സമയത്തിന് അത് കണ്ടുപിടിച്ച് സമയത്തിന് മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ആരോഗ്യം തിരിച്ചു പിടിച്ച് നമ്മുടെ ശരീരം പഴയ പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്. അതിന് സമയത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആ ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ എന്ന് പറയുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ സമയത്തിന് കണ്ടെത്തി ചികിത്സിക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയായിട്ട് ബാധിച്ച്
സമയത്തിന് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അത് വർദ്ധിച്ച് ആ ശരീരത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇത് ജീവിതശൈലി രോഗങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആധികാരികമായിട്ട് പറയാൻ അർഹതയുള്ള കഴിവുള്ള ഡോക്ടർമാരുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഇത് അതിനൊരു വേദിയല്ല എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ജീവിതശൈലി രോഗങ്ങൾ. ശരീരത്തിന് ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ അർഹിക്കുന്ന പരിഗണനയോടുകൂടെ തന്നെ നമ്മൾ ഇന്ന് ട്രീറ്റ് ചെയ്യുകയും അതിനുവേണ്ടി രാവിലെ ഇപ്പം നടക്കാനുള്ള ആൾക്കാരുടെ എണ്ണൊക്കെ റോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണുന്നതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി എന്നുള്ളൊരു തെളിവാണ്. പക്ഷെ ഇതോടൊപ്പം നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന അസുഖങ്ങളെ പോലെ തന്നെ ആ ജീവിതശൈലി മാറ്റം നമ്മുടെ സമൂഹത്തിന് ചില അസുഖങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഷുഗറോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഇന്ന് വരുന്ന പുതിയ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെയോ പോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ശരീരത്തിന് ബാധിക്കുന്ന അസുഖങ്ങളെ പോലെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ സമൂഹത്തിന് ചില അസുഖങ്ങളെ സമ്മാനിക്കുന്നു. അത് വേണ്ടത്ര ഗൗരവത്തോടെ നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഓരോ ദിവസവും കിട്ടുന്ന അനുഭവങ്ങളും ഈ സമൂഹത്തിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് എന്നുള്ളതിന് തെളിവായിട്ടുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ എന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും പത്രമെടുത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ TV ചാനലുകളിൽ ഒരു വാർത്ത വായിക്കുമ്പോൾ അതിൽ കാണുന്ന ഇതിനൊന്നും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കരുതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഓരോ സംഭവത്തിന്റെ പിന്നിലും അവിടെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു സാന്നിധ്യം ആ സംഭവ സ്ഥലത്ത് ഒരു പോലീസ് ഓഫീസർ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം. കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം 10-15 വർഷങ്ങളൊക്കെ ആയിട്ട് കുട്ടികളില്ലാതെ പോകുന്ന ദമ്പതിമാരുടെ വിഷമം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ നേരത്തെ പ്രതിയോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരാളെ ഈ രംഗത്ത് പ്രാഗൽഭ്യം നേടിയ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ സർവീസ് ഇവിടെ ഈ നമ്മുടെ ഈ ആശുപത്രിയിലുണ്ട് എന്ന് പറയുകയാണ്. എത്രയോ അത്തരത്തിലുള്ള പുതിയ ഹോസ്പിറ്റൽ അതിനുവേണ്ടി മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ വിഷമം എത്രയാണ് എന്നുള്ളതിന്റെ വ്യാപ്തിയും ആഴവും നിങ്ങൾക്കറിയാം. കല്യാണം കഴിച്ച് 10-15 വർഷമൊക്കെ ആയിട്ട് കുട്ടികളില്ലാതെ പോകുന്ന ദമ്പതിമാരുടെ വിഷമം. പക്ഷെ ഓരോ ദിവസവും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കാണുന്നത് ഉണ്ടായിപ്പോയ കുട്ടികളെ ഓർത്തിട്ട്, ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിക്കാതെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകൾ എനിക്ക് പിറക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് നൊന്ത് കരയുന്ന അച്ഛനമ്മമാര് ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കാണുന്നവരാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലെ അനുഭവങ്ങൾ ഞാൻ സാറിന് പറയാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയണമെന്നുണ്ടെങ്കിൽ, തിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഞങ്ങളുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു 24 മണിക്കൂർ നേരം കാലത്ത് 8 മണിക്ക് വന്ന് അടുത്ത ദിവസം രാവിലെ 8 മണി വരെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ നേരം നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്ന TV ചാനലിൽ കാണുന്ന വാർത്തകളിൽ ഞങ്ങൾ നേരിട്ട് കാണുന്ന അനുഭവിക്കുന്നതിലെ ഒരു 1000-1 അംശം പോലും നിങ്ങൾ പത്രത്തിൽ വായിക്കുകയോ അല്ലെങ്കിൽ TV ചാനലിൽ കാണുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. വാളയാർ എന്നൊരു പേര് നമ്മളിപ്പോ കേൾക്കുമ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ ഓർമ്മ വന്നിരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിൽ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് വാളയാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 9-10 വയസ്സ് മാത്രം പ്രായമായി ജനിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത 2 പെൺകുട്ടികളുടെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അത് കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും ഇന്നും ആലുവയിൽ വരെ എത്തി നിൽക്കുന്ന ഓരോ ദിവസവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഞാൻ പറയുന്നത് ആ പിഞ്ചു കുട്ടികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറുടെ ആ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ആ ഡോക്ടർ എഴുതി വയ്ക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വരികൾ വായിച്ചു നോക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുപക്ഷെ ദിവസങ്ങളോളം മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധിച്ചു എന്ന് വരും. ഇത്തരത്തില് നമ്മൾ പത്രത്തിൽ വായിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളത് എന്നെ ഭയപ്പെടുത്തുന്നത്
അത്തരത്തിലുള്ള വാർത്തകൾ വായിച്ച് ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പത്രം അതിന്റെ കൂടെ കഴിക്കുന്ന ചായയുടെ ഗ്ലാസ് മാറ്റിവെക്കുന്ന ലാഘവത്തോടെ ആ പത്രം മാറ്റിവെക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്നെ കൂടുതൽ പേടിപ്പെടുത്തുന്ന സംഭവം എന്ന് പറയുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അച്ഛൻ മകനെ കൊന്നു എന്ന് കേട്ടാൽ, മകൻ അച്ഛനെ കൊന്നു എന്ന് കേട്ടാൽ ഒന്നും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ ആ പത്രം മാറ്റിവെക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടു. ഞാൻ ആ ജീവിതശൈലിയിൽ വന്ന മാറ്റം എന്ന് സൂചിപ്പിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞ 10-30 വർഷമായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ, സാമൂഹ്യ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന പുതിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. നേരത്തെ ഇല്ലാതിരുന്നത് ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ വളരെ വ്യാപകമായിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്നത് ഇന്ന് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് അസുഖങ്ങളായിട്ട് മാറുന്നുണ്ടെങ്കിൽ, അതിനെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പുതിയ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്ന് പോലീസ് സ്റ്റേഷനുകളിൽ, കുടുംബ കോടതികളിൽ നടക്കുന്ന വിവാഹമോചനങ്ങളുടെ എണ്ണം നിങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ സമൂഹത്തിനെ ബാധിച്ച പുതിയ ജീവിതശൈലി രോഗങ്ങളുടെ കാഠിന്യം എത്രമാത്രമാണെന്നുള്ളത്. ഇപ്പോഴൊക്കെ നമ്മൾ പത്രത്തിൽ അപൂർവമായിട്ടെങ്കിലും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, കല്യാണം കഴിച്ചതിന് ശേഷം 50 വർഷം കഴിഞ്ഞത് ആഘോഷിക്കുന്ന ദമ്പതിമാരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ ഇന്ന് പത്രത്തിൽ കാണാറുണ്ട്. പക്ഷെ ആലങ്കാരികമായിട്ടോ ഒരു അതിഭാവത്തോടുകൂടി പറയല്ല, ഒരു 10-20 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർക്കൊന്നും അങ്ങനെയൊരു പരസ്യം പത്രങ്ങളിൽ കാണാനുള്ള യോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിച്ചതിന് ശേഷം 50 വർഷം ഒന്നിച്ച് താമസിക്കുന്ന ദമ്പതിമാരെ കാണുന്നത് അത്ഭുതമായിട്ട് കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ ഓരോ ദിവസവും കിട്ടുന്ന അനുഭവങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഞാൻ പ്രധാനപ്പെട്ട ചാർട്ടേഡ് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് വളരെയധികം കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പം അത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന പുതിയ നമ്മുടെ പദ്ധതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുമ്പോഴും ഞാൻ ഈ രംഗത്തും കുറച്ചധികം കാര്യങ്ങൾ പേഴ്സണലായിട്ട് താല്പര്യം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ പാതയോരങ്ങളിലൊക്കെ കിടക്കുന്ന, നമ്മൾ കാണുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്ന മാലിന്യ പ്രശ്നം പോലും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തിയ മാറ്റം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന പുതിയ അസുഖങ്ങളുടെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ പ്രകൃതിയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാനും ബാക്കി വരുന്നത് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നുള്ള പഴയ ജീവിതശൈലിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എനിക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും എന്റെ ഉപയോഗം കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിഷ്കരണം വലിച്ചെറിയാവുന്നതുമാണെന്ന പുതിയ ജീവിതശൈലിയിലേക്കുള്ള നമ്മുടെ മാറ്റത്തിന്റെ പ്രതികരണവും പ്രത്യാഘാതവുമാണ് ഇന്ന് നമ്മുടെ ഈ മാലിന്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നു നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പാതയോരത്ത് കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, സ്വന്തം അച്ഛനമ്മമാരെ പോലും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണെന്നും ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക്, അതുമല്ലെങ്കിൽ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളുടെ നടകളിലേക്ക്, അതും പറ്റാത്തവർക്ക് തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇത് നമ്മുടെ പുതിയ വലിച്ചെറിയൽ സംസ്കാരത്തിന്റെ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യം കഴിഞ്ഞാൽ അത് പിന്നീട് വലിച്ചെറിയാം എന്നുള്ള പുതിയ സംസ്കാരം നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികളുടെ പുതിയ ജനറേഷന്റെ പ്രതികരണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതശൈലിയിൽ അടുത്ത കാലത്തായിട്ട് നമ്മൾ വരുത്തിയ മാറ്റം, അത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന പുതിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളെ വേണ്ടത്ര ഗൗരവത്തോടെ നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ശരീരത്തിന് ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയുമ്പോഴും അതിന് നമ്മളുടെ ഒരു ഡോക്ടർമാരുടെ കാണാൻ അവരുടെ ക്ലിനിക്കിലേക്ക് പോകുന്നത് പോലെ ഈ ജീവിതശൈലി രോഗങ്ങൾ, സമൂഹത്തിന് ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ കാണുമ്പോഴത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഞങ്ങളുടെ ക്ലിനിക്കുകളിലാണ്.
ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ സാമൂഹ്യ ജീവിതശൈലി രോഗങ്ങളുടെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന് പരിഹാരം കാണുക എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു തിരിച്ചറിവ് പുതിയ പോലീസ് സംവിധാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഒരു വ്യക്തിയെ ശരീരത്തിന് ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ സമയത്തിന് ചികിത്സിച്ചില്ലെങ്കിൽ എങ്ങനെയാണോ അതൊരു മെല്ലെ മെല്ലെ നമ്മുടെ ഓരോ അവയവങ്ങളെ ബാധിച്ച് നമ്മുടെ ശരീരത്തിനെ തന്നെ ഇല്ലാതാക്കി കളയുന്നത്, അതുപോലെ നമ്മുടെ ഈ സമൂഹത്തിനെ ബാധിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജീവിതശൈലി രോഗങ്ങൾ സമയത്തിന് കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അത് മെല്ലെ മെല്ലെ നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ആ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ഒരുപക്ഷെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാതിരുന്ന പോലീസ് ഈ ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കാനുള്ള ആധുനിക വിശ്വഗുരന്മാരാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു തിരിച്ചറിവിന്റെ ഫലമായിട്ടാണ് ഈ സാമൂഹ്യ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുമായിട്ട് ജനമൈത്രി പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങി നിരവധി പദ്ധതികളുമായിട്ട് ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഈ ഒരു സാഹചര്യം കൂടി സൂചിപ്പിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്ന വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് കുറച്ചധികം സമയം നിങ്ങളത് അപഹരിച്ചത്. ഞാൻ പ്രദീപ് ഡോക്ടറോടും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി സമയം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്കിവിടെ കിട്ടാൻ പോകുന്ന യഥാർത്ഥത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പുതിയ പ്രശ്നമായിട്ടുള്ള ഒരു സ്ട്രോക്കിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട്, അത് പ്രതിരോധിക്കേണ്ടുന്ന മാർഗങ്ങളെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ്. അത് ജീവിതത്തിൽ പകർത്താനും അതിന്റെ ഇരകളായിട്ട് ഭാവിയിൽ വരാതിരിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഒരു നല്ല ഞായറാഴ്ച ഇത്തരത്തിൽ നിങ്ങളോടൊപ്പം നല്ല രീതിയിലൊരു സംരംഭത്തിന് വേണ്ടി തുടങ്ങാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അതിന് അവസരം തന്ന ഡോക്ടർ പ്രദീപിനും അദ്ദേഹത്തിന്റെ ടീമിനും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പാലക്കാട് MLA ശ്രീ ഷാഫി പറമ്പിൽ അവர்களായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാവത്തിന് ഈ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിങ്ങളുടെ സമ്മതത്തോടുകൂടി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആക്ച്വലി ഈ ഇത്രയും നേരം ഞങ്ങൾ കേട്ടത് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസർ ഓഫ് പാലക്കാട്. അദ്ദേഹത്തിന്റെ ഓരോ പറഞ്ഞ വാക്കുകളും ഞങ്ങളും പിന്നെ പറയാൻ ഉദ്ദേശിച്ച തന്നെയായിരുന്നു. കാരണം ഹൗ ടു പ്രിവെന്റ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രോക്ക് പ്രിവെൻഷൻ ആക്ച്വലി ഡോക്ടർമാരുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ സൊസൈറ്റി. അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത് അതാണ്. ആക്ച്വലി പണ്ടത്തെ ഇന്നലെ ഞാനൊരു പേപ്പറിൽ ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ലൈൻ തന്നെയാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്തത്. അത് പണ്ട് സ്ട്രോക്ക് പറഞ്ഞാല്, സ്ട്രോക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ 50 years കഴിഞ്ഞാൽ വരേണ്ട സൂക്കടാണ്. 50 വയസ്സ് കഴിഞ്ഞാലേ സ്ട്രോക്ക് വരാൻ പാടുള്ളൂ. ശരിക്കും ദൈവം എങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഹൗ ഗോഡ് ഹാസ് ഡിസൈൻഡ് എവറിത്തിങ് സോ ബ്യൂട്ടിഫുൾ. He was the biggest architect you can ever see, whether it is work. So everything is pre-planned. We are not supposed to live for 1,000 years. No. See, നമ്മളിപ്പോൾ വീട്ടിലിടുന്ന ഒരു പൈപ്പും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വർഷം 60 വർഷം ഉള്ളിൽ എൻക്രസ്റ്റേഷൻ വന്നിട്ടുണ്ടാവും, അടഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ രക്തക്കുഴലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനെ എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ നമ്മൾ വിചാരിച്ച സഹായിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈറ്റിംഗ് all this junk food, eating all these unwanted things, excessive alcohol, drugs, excessive stress, and you are far away from what is normal. Far away from what you should be. പണ്ട് ഈ ഞാൻ എന്റെ പ്രാക്ടീസ് 35 വർഷം 40 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ 25 വയസ്സിലും 30 വയസ്സിലും സ്ട്രോക്ക് കാണാറേ ഉണ്ടായിരുന്നില്ല.
ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഐസിയുയിൽ കിടക്കണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ 42 വയസ്സായിട്ടുള്ള ഫുൾ ബ്ലോൺ സ്ട്രോക്ക്. എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഫുൾ ആൽക്കഹോളിസം. സോ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരിതില് സൊസൈറ്റി ചേഞ്ച്, മനുഷ്യന്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ചേഞ്ചസ് has got a lot to do in the prevention of stroke. Actually, lot to do. Young age stroke, specific disease like cardiac valvular disease, like cardiac shunts by birth, അങ്ങനെ ഉണ്ടെങ്കിലേ വരാൻ പാടുള്ളൂ. അല്ലാണ്ട് not by എന്താ പറയാ വേറൊരു റീസൺ കൊണ്ട് വരരുത്. അതിന് എവ്രി ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് എ റോൾ ടു പ്ലേ, ഇൻക്ലൂഡിങ് എന്താ പറയുക, ഇന്ന് ഹോട്ടലിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കണോ, ഓരോന്ന് കഴിക്കണോ, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് വിച്ച് വി ടേക്ക്, ജസ്റ്റ് ബി പ്രോപ്പർലി ചെക്ക്ഡ്. ആർ ദ ഇൻഗ്രീഡിയൻസ് ഗുഡ് ഫോർ ദ ഹെൽത്ത്, ആൻഡ് ആർ യു ടേക്കിംഗ് ദ ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം? All these things matters. So your class was so excellent. Actually, this is something which is spectacular. Actually, in fact, next I would like Sri Govindanuni to tell a few words. Please. He's I think Palghat knows him. The entire India knows him. Actually, who he is. Such a eminent personality who is socially, even though he's a chartered accountant, he is into social service, socially active person. And I still remember once Prime Minister came just exclusively to see him at Palghat, and he has presented a book to the Prime Minister actually, and Narendra Modi. So I invite humbly Sri Govindanuni to tell a few words. രാവിലെ ഇവിടെ വന്ന എല്ലാവർക്കും നമസ്കാരം. പ്രസംഗിക്കാൻ വേണ്ടിയിട്ടോ ഇത് വിചാരിച്ചു വന്നതല്ല, ഇതൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചു വന്ന ഒരാളാണ്. രണ്ടാമത് ഒരു മൂത്ത സഹോദരൻ പറയുകയാണ്, അനിയ നീ വാ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചു പറയാൻ പാടില്ല എന്ന് മരിച്ചുപോയ അമ്മ, 2003 മരിച്ചുപോയ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രദീപ് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരികയെ പറ്റുള്ളൂ. ഞാനും വൈഫും വന്നിട്ട് ഞങ്ങൾ ബാക്ക് സീറ്റിൽ ഇരിക്കാം. എനിക്കിന്നിപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് 11 മണിക്ക്. ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പരിപാടിയുണ്ട്, മുങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. പക്ഷേ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചിലത് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കാം നമ്മളെ തമ്മിലുള്ള ഈ ബന്ധങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്. ചിലപ്പോൾ ഒരമ്മയ്ക്ക് പറ്റതായിരിക്കാം, അതല്ലെങ്കിൽ 2 ഗർഭപാത്രത്തിലായിരിക്കാം. പക്ഷേ ഒരു സഹോദരനായിരുന്നു, ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചിട്ട് തമ്മിൽ അടിയും കുത്തുമായിട്ട് നടക്കുന്നവര് രാധാകൃഷ്ണൻ സാറിനൊക്കെ അറിയുന്നുണ്ടാവും, അതുണ്ടാവും. പക്ഷെ ഇതൊക്കെയാണ് നമ്മളെ ചില ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ വരുന്നത്. സ്ട്രോക്കിനെ പറ്റിയൊക്കെ പറയുന്നത് അവർ പറഞ്ഞോട്ടെ, കാരണം ഞാൻ ഈ കണക്കിന്റെയും കുറച്ച് സോഷ്യൽ വർക്കുമായിട്ട് നടക്കുന്ന ഒരാളാണ്. പിന്നെ ഒന്നുണ്ട്, കുട്ടിക്കാലത്ത് പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ട്രോക്ക് വരില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പ്രദീപ് ഡോക്ടർ വിളിച്ചാൽ എന്തായാലും വേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ എപ്പോഴാണ് പടയിട്ട് എനിക്കും വരേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കാണാത്ത ആൾക്കാര് വരേണ്ടി വരും ചിലപ്പോ. ഇന്ന് അദ്ദേഹം അന്ന് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ എനിക്കൊരു ഇത് തന്നതാണ്, പോസ്റ്റർ തന്നു. ഞാൻ ഇന്ന് വേറൊരു പരിപാടി ഇവിടെ കോട്ടായിലുണ്ട്, അതൊക്കെ ഞാൻ മാറ്റിവെച്ച് ഇതെന്നും പറഞ്ഞു വരാൻ കാരണം പല കാരണങ്ങളും ഉണ്ട്. ആദ്യത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണിത്. കാരണം എന്റെ വീട്ടിൽ തന്നെ 2-3 പേര് ഇതേപോലെ പെട്ട് അതൊക്കെ ഈ ഡോക്ടറുടെ ചികിത്സയിലും ആണ്. ഇന്നിപ്പോൾ അവർ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. വളരെതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ കൂടിയിട്ടുണ്ട്. നമുക്ക് മറ്റേ ക്വാണ്ടിറ്റി ടൈം കൂട്ടാൻ ആരെ കൊണ്ടും പറ്റില്ല. അപ്പൊ രാഹുൽ സാറിന്റെ അടുത്തൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് അപ്പൊ ഞാൻ കരുതുന്നത്. കാരണം 2ാം ജന്മം തന്നെയാണ് കേട്ടോടത്തോളം കൊണ്ട്. ശബരിമല ഞാനും 2-3 കൊല്ലം ഉണ്ടായതാണ്. അവിടെ അയ്യപ്പ സേവാ സമാജം അതിന്റെ ഓൾ ഇന്ത്യ ട്രഷററായിട്ട് എല്ലാ കാലത്തും മണ്ഡലകാലത്തും അതൊക്കെ അവിടെ താമസിച്ചിരുന്നതാണ്. പക്ഷെ എങ്ങനെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളത്, അതാണ് ചില അദൃശ്യ ശക്തികൾ ഇപ്പോഴും നടന്ന് കളിക്കുന്നുണ്ടത്. അദൃശ്യ ശക്തികളുണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല. അത് വിചാരിച്ചിട്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഡ്രിങ്ക്സ് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ അദ്ദേഹം അത് രണ്ടാമതൊന്ന് തടിയൂരി പോന്നു, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ചിന്തിക്കേണ്ട വശം അതാണ്. വരാൻ പോകുന്ന വഴി തങ്ങൊന്നുമില്ല, വരാൻ പോണത് വഴി തങ്ങില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണത്തിലായാലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു മിതത്വം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷവാനായിരിക്കും, നമ്മുടെ ഹാപ്പി ആയിരിക്കും. ഓൾ ദ ടൈം 24 hours ആണത്, ഓരോ മിനിറ്റും.
ഇപ്പൊ ഞങ്ങളും അതെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഭക്ഷണത്തിന്റെ സമയത്ത് ഞാൻ എന്തായാലും എന്റെ കയ്യിൽ സാധനം കരുതിയിട്ടുണ്ടാവും. അനാവശ്യമായിട്ട് ഒരു ഭക്ഷണം പോലും നമ്മൾ അദ്ദേഹം കൂടുതൽ കഴിക്കൽ ഇല്ല. അത് ആവശ്യമുള്ളത് മതി തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു കൊല്ലം മുമ്പേ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 58 വയസ്സുള്ള ഒരാൾ സൈക്കിളെ ഒട്ടി പോകുമ്പോൾ എല്ലാവരും ഭ്രാന്തനെന്നും പറഞ്ഞു, പൊട്ടെന്നും പറഞ്ഞു. പക്ഷെ എനിക്കൊരു ആത്മവിശ്വാസം തന്ന എന്റെ കുടുംബവും ഇദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. മുഖത്തൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു ചെറിയൊരു ഇത് നടക്കുമെന്നല്ല നടത്തുമെന്നറിയാം. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യം സമ്മതമാവണില്ല. ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇത് വടക്കേ ഇന്ത്യ വരെ പോയി, കാശ്മീർ വരയ്ക്ക് ഞാൻ പോയി. 47 ദിവസം റോട്ടിൽ തന്നെയായിരുന്നു. ഒരു ദിവസം 10-200 കിലോമീറ്റർ സൈക്കിൾ ഔട്ടിണ്ടായിരുന്നു. 1867 മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തു. കോളേജുകളും സ്കൂളുകളും ചെറിയ ചെറിയ ഗ്രാമ മീറ്റിങ്ങുകളും പോലീസ് സ്റ്റേഷനിലും എല്ലാ സ്ഥലത്തുമായിട്ടുള്ള മീറ്റിങ്ങുകളായിരുന്നു. സ്വച്ഛ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് യാത്ര പോയത്. അകത്തെ സ്വച്ഛത, പുറത്തെ സ്വച്ഛത, നാട്ടിലെ സ്വച്ഛത, എല്ലാ സ്വച്ഛത ആവശ്യമുള്ള ഒരു സമയത്തിലാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. 1964 ജനിച്ച എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് പലതും പുതുമയായിട്ടാണ് തോന്നുന്നത്. കാരണം വ്യായാമമില്ലാത്ത എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത്. ഇനി അടിച്ചത് തന്നെയാണത്. പ്രദീപ്ജി അല്ല, അതിലപ്പുറമുള്ളവർ ചിലപ്പോൾ വിചാരിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഡാമേജ് നമ്മൾ നമ്മുടെ ദേഹത്തെ കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ലോകത്തെ സ്നേഹിക്കാത്തുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മാത്രമാണ്. ഈ യാത്ര പോകുമ്പോഴും അത് എന്റെ സമയാസമയത്തുള്ള ഭക്ഷണം, ഉറക്കം. രാത്രി 9 മണി പറഞ്ഞാൽ 9 മണിക്ക് കടന്നിട്ടുണ്ട്. രാത്രി 2:30 ആയാൽ ഒരു 10-25 ഡോക്ടർമാരെങ്കിലും രാവിലെ വിളിക്കുമ്പോൾ ഉണ്ണി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ഇപ്പൊ മൂക്കിൽ കൂടെയാണോ ശ്വസിക്കുന്നത്, വായൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എവരിത്തിങ് ഓക്കെ. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും റോട്ടറി ക്ലബ് അലയൻസ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അവരെല്ലാം കൂടി വന്ന് നമ്മുടെ മേത്ത് എല്ലാം കൂടി ഒന്ന് വെച്ച് നോക്കും. കറക്റ്റ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയും. അപ്പൊ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒന്ന് പോയിട്ട് നമ്മൾ KG ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞു. പൊതുവെ എനിക്കതിൽ വിശ്വാസം ഉണ്ടായില്ല. മരിക്കുകയാണെന്ന് വെച്ചാലും ആ ദിവസം നാളെയാണെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ സന്തോഷിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുന്ന ഒരാളാണ് നമ്മളൊക്കെ. അങ്ങനെ ചിന്തിച്ചതാണ് പോണത്. മരണത്തെയൊന്നും പേടിയൊന്നുമില്ല, മരണത്തെ പേടിയൊന്നുമില്ല. പക്ഷെ മരണഭയം നമുക്കുള്ളൊന്നും ഒഴിവാക്കാം എന്നുള്ളതിന് ഇങ്ങനത്തെ നമ്മളെ ഹോസ്പിറ്റലുകളും പ്രദീപ്ജിയെ പോലുള്ള ആൾക്കാരൊക്കെ നമുക്കിന്ന് ആവശ്യമാണ്. ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചെത്തി, വീണ്ടും വന്നു. അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്നതിലും കുറെ കാര്യത്തിൽ അകലത്താണ്, ഒരുപാട് ദൂരത്താണ് അത് കിടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ജീവിതശൈലി പറയാൻ, ഞാൻ രാവിലെ 3:30 മണിക്ക് കഴിഞ്ഞ ഒരു 5 വയസ്സുള്ളവരൊക്കെ അമ്മ എന്നെ വിളിപ്പിച്ച് നീപ്പിക്കാൻ തുടങ്ങിയതാ. അത് ഇന്നും തുടരുന്നുണ്ട്. ഇന്നും രാവിലെ അത് തന്നെയാണ്. പുത്തൊരു ഭാഗത്ത് ആദ്യത്തെ ലൈറ്റ് ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലാവും ആദ്യം കാണാം. 3:30 മണിക്ക് എണീക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ ആ ജീവിത ചിട്ടകളിൽ അങ്ങനെ പോവുകയാണ്. 100% നോൺ വെജിറ്റേറിയൻ മോശമാണെന്നോ ഒന്നുമല്ല പറയണത്. അറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല, അറിയാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെയ്ക്ക് അധികം ഓയിൽ ഇതൊന്നും അല്ലാത്ത ഫുഡുകൾ ധാരാളം കഴിക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്, ബുദ്ധിപരമായിട്ട് പോവാനും സാധിക്കുന്നുണ്ട്. അപ്പോ ഭക്ഷണത്തിന് പ്രാധാന്യം, വ്യായാമത്തിന് പ്രാധാന്യം. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരോട് ഞാൻ എതിരായി പറഞ്ഞു എന്നല്ല പറയണത്. നമുക്ക് ആവശ്യമുള്ളത്, കാരണം ബോഡിക്ക് ഏതൊക്കെ ആവശ്യമുള്ളത്, ചിലപ്പോൾ ന്യൂട്രീഷന്റെ ആൾക്കാരുണ്ട്, അവരത് പറഞ്ഞു തരും. അത് ആവശ്യമുള്ളത് ബോഡിക്ക് കഴിക്കുക. ചിലർക്ക് കൈവണ്ടി വലിക്കുന്നവർക്കാച്ച അങ്ങനത്തെ ഭക്ഷണം വേണ്ടി ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. എനിക്ക് പേപ്പറും പെന്നും ഇരുത്തോണ കൂടുതൽ സമയം വരുന്നുണ്ടാവാം. അപ്പൊ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നാലും രക്ഷപ്പെടാം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ഗവൺമെന്റിന്റെ കേസ് ഗ്യാരണ്ടി തന്നെ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ഒരു പേടിയും പേടിക്കേണ്ട. ആള് രണ്ടാമത് രാധാകൃഷ്ണൻ സാർ നടന്നതിനേക്കാൾ ഉഷാറായിട്ട് നടക്കും. അപ്പൊ അതിനാണ് പറയണത്, നമ്മുടെ ജീവിത ശൈലി എല്ലാവരും ശരിയാക്കിയെടുക്കുക. ഒരു 40-50 കഴിഞ്ഞിട്ടല്ല നടക്കാൻ പോകേണ്ടത്. തുടക്കാൻ പോകേണ്ടത് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പിറന്നാളിന് ആദ്യം മേടിച്ചു കൊടുക്കേണ്ട ഒരു സൈക്കിളാണ്. സൈക്കിളെ ഓട്ടാൻ പറയാം അവനോട്. അത്യാവശ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ ഒന്ന് സൈക്കിളെ ഓട്ടി വരട്ടെ അവൻ. 2 കാര്യമുള്ള, ഒന്ന് സൊസൈറ്റി ആയിട്ട് അവനെ മനസ്സിലാക്കാൻ സാധിക്കും, രണ്ടാമത് അവനൊരു വ്യായാമമാണത്. അത് കാണുമ്പോൾ തന്നെ, കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറ് കൂടുക. അനാവശ്യമായിട്ട് ഈ എന്താ പറയാ ബേക്കറി ഐറ്റംസ് കഴിക്കേണ്ടെന്നല്ല പറയുന്നത്, കഴിക്കുന്നൊക്കെ ഒന്ന് ചുരുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ തന്നെ പല വീടുകളിലും, ഞാൻ കഷ്ടി ഒരു 300 വീടുകളിലും 12 സംസ്ഥാനത്തിൽ കണ്ടു. വ്യായാമമുള്ള വീടാച്ചാ കുട്ടിയെ കണ്ടാ അറിയാം. രാവിലെ 4 മണിക്ക് ഇവനും ഉണ്ടാവും എന്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട്. ചെറിയ കുട്ടികൾ 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടി. അപ്പൊ ഇതാണ് പറയണത്, നമ്മള് വ്യായാമം, ഭക്ഷണം, ജീവിത ശൈലി, അത് എല്ലാ മതത്തിലും നല്ല നല്ല കാര്യങ്ങൾ എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ ഒരു മതത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചിന്തിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുമോ വരില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. പാലക്കാടുകാരെ സംബന്ധിച്ച് എനിക്ക് 1989 മുതലൊക്കെ ഇദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക്
പറഞ്ഞേക്കല പതിവ്. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. ഭാര്യയുടെ അച്ഛൻ കംപ്ലീറ്റ് ഡൗൺ ആയി പോയതാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആക്റ്റീവായിട്ട് എറണാകുളത്ത് നടക്കുന്ന എറണാകുളത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത് അദ്ദേഹത്തിനെ കാണിക്കാമെന്നും പറഞ്ഞിട്ട്. എന്റെ ബ്രദറുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ കണക്കുകളുണ്ട്. അപ്പോൾ നാളെ ആരൊക്കെ വരിക എന്നറിയില്ല. വന്നാൽ രക്ഷപ്പെടണ്ടേ? നമുക്ക് രാധാകൃഷ്ണൻ സാറും ഗോവിന്ദനുണ്ണിയൊക്കെ നാളെ രക്ഷപ്പെടുന്ന പോലെ രക്ഷപ്പെടണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും. പ്രസംഗിക്കാൻ വേണ്ടി കയറിയതല്ല. പക്ഷെ അറിയും, ആൾക്കാരെ മുഖം കാണുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു പോയി ചില അനുഭവങ്ങള്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Now, I could invite the friend to say a few words, then we will start the. Yeah. മൈക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടി നിങ്ങൾക്കാണോ അതോ നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടി ഉള്ള ബാക്കിയുള്ളവർക്കാണോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ചീന, ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ, അമലേഷ്യ, ഞാൻ പല കൺട്രിയിലും പോയി എന്തുമാത്രം ഞാൻ കയ്യടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നേരെ സംസാരിക്കുന്നവരെ ആൾക്കാർ കൈയടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇത്. പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ഡോക്ടർ? ഇംഗ്ലീഷാണോ തമിഴാണോ? നിങ്ങൾ ഏത് ഭാഷയിലാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. എത്ര നേരം സംസാരിക്കണം ഡോക്ടർ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ കാറ്റുകൊള്ളി, ഞങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥലം കൊടുക്കും. ഞാൻ ഇങ്ങനെ തുടങ്ങാൻ കാരണം നിങ്ങളുടെ എല്ലാ മുഖത്തിലും ഒരുപാട് സീരിയസ് ആയിരിക്കണം. ഞാൻ ഡോക്ടർ എപ്പോഴും തമാശയാണ്. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോക്ക് പറയും. അപ്പൊ ഡോക്ടർക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ജാനുവരി 2012 ജവഹർലാൽ നെഹ്റുക്ക് പറഞ്ഞിരുന്നത് 1947 August 15th. When the world is asleep, India is awake. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുമാതിരി എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ICUലായിരുന്നു. ആ അനുഭവം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ ഡോക്ടർ വിളിച്ചത്. ഡോക്ടറുടെ ഫോൺ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞാനൊരു സാധാരണ ഒരു പേഷ്യന്റ്, അത്രേ ഉള്ളൂ. ഒരു ബാങ്ക് മാനേജറാണ്. പണ്ട് എയർഫോഴ്സിലായിരുന്നു. തലവേദന പോലും എനിക്ക് വന്നിട്ടില്ല. അന്ന് 26 ജാനുവരി രാധാകൃഷ്ണൻ സാറ് ഞങ്ങളുടെ കോളനിയിൽ ഒരുപാട് മാജിക് ചെയ്ത ഒരു മനുഷ്യനാണ്. മൂപ്പര് ഒരു ഫ്ലാഗ് കൊണ്ടുവന്ന് അയച്ചിട്ട് രാവിലെ ഗേറ്റിൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ എനിക്കിപ്പോൾ എൻ്റെ ഫുഡ് എന്തോ മാതിരി ഇരിക്കണം, നിലവ് ഇങ്ങനെ ആൾമാരി തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കാരണം. സ്ട്രോക്ക് വന്നാൽ സ്ട്രോക്കാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാൽ രക്ഷപ്പെട്ടു. If you do not know what exactly is worrying you, you are doomed. പക്ഷെ കംപ്ലീറ്റ് ഡൂം ആവേണ്ട ആവശ്യമില്ല. കാരണം ഡോക്ടർ പ്രദീപ് എന്റെ ഗോഡ്, I can boldly say I am alive today because of Dr. Pradeep. അതിന്റെ തൊട്ട് മുമ്പ് രാധാകൃഷ്ണൻ സാറാണ് എന്നെ നോക്കിയത്. ഹോസ്പിറ്റലിൽ വന്നു. ആര് കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. ആരും ഇല്ല. ഞാൻ ഒരു കോൺസ്റ്റബിൾ അയക്കാം. ഇത് എത്ര ആൾക്കാർ പറയും? എത്ര പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ പറയും? എനിക്ക് രാധാകൃഷ്ണൻ സാർ വരുന്നത് എനിക്കറിയില്ല. വന്നിട്ടില്ലെങ്കിൽ കൂടി ഈ വാക്ക് പറയും. ഒരു കോൺസ്റ്റബിൾ നിങ്ങളുടെ കൂടെ ഇരുത്താം 24 hours. ഞാൻ പറയില്ല.
ഇപ്പോൾ ഈ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയണം. അതിനാണ് ഡോക്ടർ പ്രദീപ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എനിക്ക് സ്ട്രോക്കാന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഐ എം എ ഹെൽത്തി മാൻ. ഐ ആം എന്നുള്ള പ്രസന്റേഷനിൽ ഇന്ന് ഞാൻ പറയണു. കാരണം എന്താ വെച്ചാൽ ഐ എം ഏബിൾ ടു സ്റ്റാൻഡ്, ഐ എം ഏബിൾ ടു ടോക്ക് ടു യു, ഐ എം ഏബിൾ ടു റിമെമ്പർ. ഐ ഗോട്ട് എ വെരി extraordinary remembrance power even today. അതിലൊക്കെ കാരണം ഡോക്ടർ പ്രദീപ് വന്നു. എന്താണെന്ന് അറിഞ്ഞില്ല. സിവിയർ ഹെഡേക്ക്, അൺബെയറബിൾ ഹെഡേക്ക്. അതാണ് ആദ്യം. ഇത് എല്ലാവർക്കും വരണമെന്നില്ല, എന്റെ കാര്യം പറയണം. അൺബെയറബിൾ ഹെഡേക്ക്. ഒരു സ്ലെഡ്ജ് ഹാമർ കൊണ്ട് തലയിൽ തല്ലിമാരി എനിക്ക് തോന്നി. എന്നെ ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. എനിക്ക് എന്താ നടന്നതെന്ന് എനിക്കറിയിട്ടില്ല. രാധാകൃഷ്ണൻ സാർ പറഞ്ഞ മാതിരി എന്താ സംഭവിച്ചുള്ളത് എനിക്കറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോൾ മൂപ്പർ എന്തൊക്കെയോ ചെയ്തു. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എ നെയിം ഓഫ് ദറ്റ് ഡോക്ടർ ബിക്കോസ് ഐ ഡൗട്ട് വെദർ ഈസ് എ ഡോക്ടർ. 24 പണിയാൻ കഴിഞ്ഞ ശേഷം അയാൾ പറയണേ, വളരെ ദുഃഖത്തോടും ഞാൻ പറയണം, ഗോ ടു എ ബെറ്റർ ഡോക്ടർ. അപ്പൊ നീ എന്താ ഡോക്ടർ അല്ലയോ? ആർ യു റിംഗ് മാസ്റ്റർ? ഗോ ടു എ ബെറ്റർ ഡോക്ടർ. ഈ ബെറ്റർ ഡോക്ടർ ആരാണ്? ഈ രോഗം നോക്കുന്ന ആൾ ആരാണ്? എനിക്കറിയില്ല. ഡോക്ടർ പ്രദീപ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അതിന്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഫൈനലി എ ഫ്രണ്ട് ഓഫ് മൈൻ ടുക്ക് മീ ടു വെൽക്കർ ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടർ അവിടെ എന്താ പേര് എഴുതിയെടുത്തു. അവർ എഴുതിയല്ലോ. അവര് എന്നെ വിളിച്ചത് പ്രേം കുട്ടി. പകുതി സുഖം എനിക്ക് മാറി. എന്റെ പേര് കൊണ്ട് ഉള്ള ഒരു ഡോണ്ട് വരി. ഇതാണ് ആദ്യം ഒരു ഡോക്ടറിന്റെ ഒരു ക്വാളിറ്റി. ഐ എം ഹിയർ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. രാവിലെ 8 മണിക്ക് ഇവിടെ വരാമെന്ന് വെച്ചാൽ ഞാൻ എന്തെല്ലാം ചെയ്യണം? ഞാൻ തന്നെയാണ്. ഐ ഹാവ് എ വൈഫ്, ഐ ഹാവ് എ ഡോട്ടർ, ഐ ഹാവ് എവറിത്തിങ്. അവർക്ക് അമേരിക്കയിൽ ആർക്ക് വേണേ, അമേരിക്ക ഇംഗ്ലണ്ടിലൊക്കെ. എന്റെ കൂടെ ആളില്ല. ഹൂ ഈസ് സഫറിങ്? രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ഒരുപാട് എനിക്ക് എന്താ നടന്നത് പറഞ്ഞു. അതിനേക്കാളും 100 മടങ്ങാണ് ഞാൻ ഇപ്പൊ സഫർ ചെയ്യുന്നത്. വിത്ത് ഓൾ ദോസ് തിങ്സ് എന്റെ സ്റ്റൈൽ ഓഫ് ലിവിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണ രീതിയിൽ ഐ എം വെരി 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 പർട്ടിക്കുലർ. കറപറാന്നൊന്നും തിന്നണ്ട. അത് വായിക്ക് രുചിയായിരിക്കും. പക്ഷെ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈ ഡു യു വാണ്ട് ടു സ്പെൻഡ് മണി ടു എ ഡോക്ടർ? ഇത്ര വലിയ ഡോക്ടർ, ഇത്ര വലിയ ഹോസ്പിറ്റലിൽ കെട്ടിയത് ഡോക്ടർ എന്താണ്? ഞാൻ വേറെ ഒരു അക്യൂസേഷൻ പറയണേ. ബിക്കോസ് വി ഹാവ് ഗോട്ട് സോ മെനി പേഷ്യൻസ്. ഒരു ഡോക്ടറിന്റെ ഫ്രണ്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചാണ്, ഡോക്ടറെ സുഖമാണോ? ശ്രദ്ധിക്കണേ, ഡോക്ടറിന്റെ ഫ്രണ്ട് ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കാണ്, ഡോക്ടറെ സുഖമാണോ? ഡോക്ടർ പറയണം, എന്ത് ചെയ്യാണ്, ഊരിൽ എല്ലാവരുമേ സുഖം, അതുകൊണ്ട് എനിക്ക് വരുമാനം. ഞാൻ വെറുതെ തമാശനോട് പറഞ്ഞത്. If there is a person in this പാലക്കാട്, വൈ പാലക്കാട്, ഞാൻ ഇവിടെ പോയിരുന്നു CMC വെല്ലൂർ. അപ്പോൾ യു ആർ ട്രീറ്റഡ് ബൈ ഹോം. then why do you come here? ഡോക്ടർ പ്രദീപിന്റെ പേഷ്യന്റ് ആയിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നതാണ് ആ ഡോക്ടർ ചോദിക്കുന്നത്. ഈസ് പ്രൊഫസർ ഓഫ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, അതോറിറ്റി ഇൻ ന്യൂറോളജി എന്നാണ് വെപ്പ്. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഡോക്ടർ പ്രദീപിന്റെ കണ്ടിട്ട് പിന്നെ ഞാൻ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മെഡിസിൻ എഴുതും. കണ്ടിന്യൂ ദിസ് റിപ്പോർട്ട് ടു ഡോക്ടർ പ്രദീപ് ആൻഡ് ടെൽ ഹിം this is the ultimate of this. ആർക്കും ഒരു അസുഖം വരാതെ, പർട്ടിക്കുലർലി ഈ സ്ട്രോക്ക്. ഒരു റീഡേഴ്സിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചു സ്ട്രോക്കിനെ കുറിച്ച്. അതിൽ ലാസ്റ്റ് സെന്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
stroke is worse than blood cancer. Stroke is worse than blood cancer. Blood cancer ഉള്ള വലത്തേക്ക് കൊണ്ട് കഴിക്കുന്നത് എനിക്ക് വലത്തേക്ക് ഇല്ല. ബാങ്ക് മാനേജർ 1000 ചെക്ക് ഒപ്പിട്ട ആളാണ് ഞാൻ. പല ലോൺ കൊടുത്തതാണ് ഞാൻ. എനിക്ക് ഇന്ന് വലത്തേക്കില്ല. ഇവിടെ എഴുതിയിട്ടില്ല ബി ഫാസ്റ്റ്. ഇതിലൊരു പകുതി എനിക്കുണ്ടായി. ഒരു ബാലൻസ് ഇല്ല. കണ്ടെന്തോ മതിയായി. ഇത് ചുണ്ടൊക്കെ ഇവിടെ പോയി. ഫിസിക്കൽ എയിൽമെന്റിനെക്കാളും കൂടുതൽ മെന്റൽ എയിൽമെന്റാണ് ഈ സ്ട്രോക്ക്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അതിനെ എന്താ ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർ. ഡോണ്ട് വറി. ഫസ്റ്റ് സെന്റൻസ്, ഡോണ്ട് വറി, ഐ ആം ഹിയർ. സ്വിറ്റ്സർലൻഡ് പോയി ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ ഒന്നാമത് പേഷ്യന്റ് ഐ ആം നത്തിങ് ഇൻ ദ സൊസൈറ്റി. ഐ വാസ് എ ബാങ്ക് മാനേജർ. അതിനു മുമ്പ് ഞാൻ എയർഫോഴ്സിൽ ഒരു ഓഫീസറായിരുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ്രനൊക്കെ വർക്ക് ചെയ്ത് അതൊക്കെ കറക്റ്റ്. അവിടെ നിന്ന് എന്നെ വിളിച്ചു. സ്വിറ്റ്സർലാൻഡ്, പ്രേം, ഹൗ ആർ യു? Are you taking medicines? Are they giving you medicines? Are they giving you bath? ആര് ചോദിക്കും? എനിക്ക് 10 ഡോക്ടേഴ്സ് എന്റെ സ്വന്തം വന്ന് ഇവിടെയുണ്ട് പാലക്കാട്ടില്. അവരൊന്നും നോക്കാത്ത കെയർ ഐ എം ടേക്കിംഗ് ഫ്രം ഡോക്ടർ. നിങ്ങളോട് ഇത്ര നേരം പ്രസംഗിച്ച ഡോക്ടർ രാധാകൃഷ്ണൻ സാർക്ക് ചെറുതായിട്ട് നിങ്ങളെ പേടിപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം സാറിന് അനുഭവപ്പെട്ടത് എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. കാരണം അത്രയും സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. അയ്യോ, സാറിന് എങ്ങനെ? അതേപോലെയാണ് ഞാൻ നേരത്തെ പട്ടാളക്കായിരുന്നു. ഒരു തലവേദന വരാത്ത ആൾ എനിക്കെങ്ങനെ സ്ട്രോക്ക് വരും? ബ്ലഡ് ക്യാൻസർ വന്നാൽ പറഞ്ഞാൽ കൂടി എനിക്ക് ആക്സിഡന്റ് തോന്നില്ല. പക്ഷെ എനിക്ക് സ്ട്രോക്ക് വരാൻ പാടില്ല. എനിക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ശൈലിയാണ്. എല്ലാം കൊണ്ടും ഞാൻ ഹെൽത്തി പേഴ്സൺ. ഐ എം എന്ന് പറഞ്ഞിട്ടാണ് ഐ വാസ് എന്ന് പറയാം. പക്ഷെ ഗോഡ് സെൻസ് എവിടെയെങ്കിലും ഒരു മൂലയിൽ നമുക്കൊരു ഒരു വെളിച്ചം, ആ വെളിച്ചമാണ് ഡോക്ടർ. ഈ വാക്ക് പറഞ്ഞിട്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു അപേക്ഷ. ഡോണ്ട് വരി. ഡോക്ടർ പറഞ്ഞ അതേ വാക്ക്. ഒരുപാട് സീരിയസ് ഒന്നും ആണ്ട ലൈഫില്. ഞാൻ ആരോട് നിങ്ങൾ ആർക്കും എന്നെ അറിയില്ല. മോള് എനിക്ക് എത്ര വയസ്സായി? പെട്ടെന്ന് പറ. ഇനി 2 മാസം കൊണ്ട് എനിക്ക് 80 വയസ്സായി. താങ്ക് യു. See, when 80-year-old person with so much experience, I thought he should talk to you. He developed a stroke almost 20 years before, 25 years before. I was twice he had. First, Switzerland, what he told me. Second time he developed, I was there. I coordinated. He's still coming and addressing a gathering. That is the biggest as a treating doctor in I have, actually. So, once we will start the proceedings of the camp. So, I once again thank Shri Radhakrishnan, the Additional Superintendent of Police. Despite his busy schedule, he has so many programs today. He has come and been here. And I pray to Almighty that he doesn't get such an attack again, because he is needed for all of us. And I think all of you will adhere to what he told. മാലിന്യം പരിസരത്തിടുന്നതും നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വരുന്ന രോഗങ്ങൾക്കുള്ള പ്രധാന പല റീസൺസ് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സോ അത് ഐ തിങ്ക് എവറിബഡി വിൽ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. താങ്ക് യു സർ ഫോർ കമ്മിങ്. ആൻഡ് Shri Gominuni is my younger brother, and he is always, at this age, he is working for the country.
selflessly, as well as training a lot of students to become chartered accountants. We've got a big number of students under him. He has already, I think, countless number of chartered accountants has cleared the exam because of him. So how much actually? How many people have cleared? More than 12,000 chartered accountants he has created for the country. Shri Prem, for your presence here, thank you very much. Now, ഇന്ന് ലോക സ്ട്രോക്ക് ദിനമാണ്, പക്ഷാഘാത ദിനമാണ്. അതെ, ഇന്ന് ലോക പക്ഷാഘാത ദിനമാണ്. ഇന്നത്തെ entire world is actually not celebrating. It is actually making aware എന്താണ് സ്ട്രോക്ക്, ഇത് എങ്ങനെയാണ് വരുന്നത്. ഇൻഫാക്ട് ഇന്നത്തെ സംസാരത്തിൽ ഫസ്റ്റ് ടു പീപ്പിൾ ഹാവ് സെറ്റ് ദ സ്റ്റേജ് ബ്യൂട്ടിഫുള്ളി ഫോർ ദി ടുഡേസ് ഇന്നത്തെ ഫർദർ ടോക്കിന് വേണ്ടിയിട്ട്. ആൻഡ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ എനിക്കൊക്കെ ഏകദേശം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴലിലെ അടവ് മൂലം വരുന്ന ഒരു സൂക്കറാണ് സ്ട്രോക്ക്. അപ്പൊ എല്ലാവർക്കും പ്രോബ്ലം സ്ട്രോക്ക് ഈസ്, എല്ലാവരും ഹാർട്ട് അറ്റാക്കിനെ പറ്റി നല്ല അവെയറാണ്. ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു വിൽ റഷ് ടു എ ഡോക്ടർ. നിയർ ബൈ ഡോക്ടർ മാത്രമല്ല, യു വിൽ റഷ് ടു എ കാർഡിയോളജിസ്റ്റ്. ആ ലെവൽ ഓഫ് അവെയർനെസ് ഇന്ന് സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രോക്കിന് ആ ഒരു അവെയർനെസ് ഇന്ന് സൊസൈറ്റിയിൽ ഇല്ല. കാരണം ഫണ്ടമെന്റലി സ്ട്രോക്കിന്റെ സിംറ്റംസ് മൾട്ടിപ്പിൾ ആണ്. ഹാർട്ട് അറ്റാക്കിന് ഒരു സിംഗിൾ സിംറ്റം അല്ല ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ വന്നാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹാർട്ട് അറ്റാക്ക്. നേരെ മറിച്ച് somebody develops a headache, അല്ലെങ്കിൽ ഒരു തല കറക്കം, അല്ലെങ്കിൽ ചെറിയൊരു കയ്യിലൊരു തരിപ്പ്, നടക്കാൻ ഒരു ഇംബാലൻസ്, ചെറിയൊരു സൈഡിലേക്ക് പോവുക. രാവിലെ എണീറ്റ് എനിക്ക് എത്ര നന്നായിട്ട് ഗ്ലാസ് ഓഫ് കോഫി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വിഷൻ, കാഴ്ചയുടെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് പറഞ്ഞാൽ പീപ്പിൾ ടേക്ക് ഇറ്റ് ആസ് എൻ ഐ പ്രോബ്ലം, ഒഫ്താൽമിക് പ്രോബ്ലം. I had a patient, ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഡിസ്ചാർജ് ചെയ്തത് ഇവിടുന്ന്. അവരുടെ സിംറ്റം എന്തായിരുന്നു എന്ന് വെച്ചാൽ കാഴ്ച പ്രോപ്പറായിട്ടില്ല. സോ ദേ വെന്റ് ടു ആൻ ഒഫ്താൽമോളജിസ്റ്റ്. 2 weeks ട്രീറ്റ്മെന്റ് എടുത്തു, ശരിയാവുന്നില്ല. ചെറിയൊരു കാറ്ററാക്ട് ഉണ്ട് തോന്നുന്നു, നമുക്കത് ഓപ്പറേറ്റ് ചെയ്താലോ എന്ന് ഉള്ളൊരു സംശയം പറഞ്ഞപ്പോൾ they came for a second opinion to me. Very well to do people, very knowledgeable people. ഈ സ്ട്രോക്ക് കൊണ്ടുണ്ടാവുന്ന കാഴ്ചക്കുറവ് ഇസ് ലിറ്റിൽ ഡിഫറെന്റ് ഫ്രം നോർമൽ കാറ്ററാക്ട് കൊണ്ടുള്ള കാഴ്ചക്കുറവോ. അതുപോലെ സ്ട്രോക്ക് കൊണ്ടുള്ള കാഴ്ചക്കുറവ് സൈമൾട്ടേനിയസ്ലി 2 കണ്ണിനെയും അഫക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് അഫക്ട്സ് വൺ സൈഡ് ഓഫ് ദ വിഷ്വൽ ഫീൽഡ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിഷ്വൽ ഫീൽഡ് റൈറ്റ് ഐൻ്റെ ആണെങ്കിൽ ഒരു ഈ ഏരിയയിലാണ് ലെഫ്റ്റ് ചെയ്തത്. ഇതൊരു റൈറ്റ് സൈഡിന്റെ ഒരു ഹാഫും ലെഫ്റ്റ് സൈഡിന്റെ ഒരു ഹാഫും പോവുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിന്റെ ഈ ഹാഫ് ഇത് പോയി കഴിഞ്ഞാൽ ഇത് സ്ട്രോക്ക്. ഇറ്റ് ഈസ് നോട്ട് എ ഐ പ്രോബ്ലം. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ബിഗ് ക്ലോട്ട് ഇൻ ദ ബ്രെയിൻ, ബാക്ക് പോർഷൻ. പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്, ട്രീറ്റഡ് 10 ദിവസം, കംപ്ലീറ്റ്ലി റിക്കവർ. സോ ഞാനിത് പറഞ്ഞു വരുന്നത് സ്ട്രോക്ക് വൈ പീപ്പിൾ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ്. മറ്റേത് ചെസ്റ്റ് പെയിൻ വന്നാൽ ദേ ആർ ഷുവർ. ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ചെസ്റ്റ് പെയിൻ വന്നാൽ ഹി സസ്പെക്ട്സ് ഹാർട്ട് ഡിസീസ്. പേഷ്യന്റ് ഹിംസെൽഫ്, പേഷ്യന്റ് തന്നെ അത് ഹാർട്ടിന്റെ സൂക്കേടാണ് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു.
ആൻഡ് വരുന്നു ECG എടുക്കുന്നു. അപ്പോൾ അതിന്റെ ഹാർട്ട് അറ്റാക്കിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അറ്റാക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് കറസ്പോണ്ടിംഗ്ലി ട്രീറ്റഡ്, അല്ലെങ്കിലോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ദി അതർ മാൻ. അതുപോലെ ഒരു കൈ തളരുക, ഒരു കൈയിന് എന്തെങ്കിലും ഒരു ബലക്കുറവ് വരിക, നടക്കുമ്പോൾ കാല് വെച്ച് പോവുക, ദിസ് ഈസ് ദ സിംപ്റ്റം ഓഫ് സ്ട്രോക്ക്. ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചോതിരിക്കുന്നത്. സംസാരശേഷി, രാവിലെ എണീറ്റ് പറ്റി നാക്ക് ഇത്തിരി വളരുന്നു, എന്താണാവോ, ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. വെരി സിമ്പിൾ എക്സ്പ്ലനേഷൻ. നോ, ഇറ്റ് കുഡ് ബി എ സിംപ്റ്റം ഓഫ് സ്ട്രോക്ക്. അത് പ്രോഗ്രസ് ചെയ്യാം. പിന്നെ ഒരു ഭാഗം ഫുള്ളായിട്ട് തളർന്നു കഴിഞ്ഞാൽ എവരിബഡി നോസ് ഇറ്റ്സ് ഫുൾ ബ്ലഡഡ് സ്ട്രോക്ക്. ആ നേരത്ത് then it is completed stroke actually. ഈ സ്ട്രോക്ക് വരുന്നത് മെയിൻ 2 റീസൺസ് ആണ്. തലച്ചോറിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു? ഹാർട്ടിലേക്കുള്ള രക്തക്കോൽ അടയുന്നു. അതേപോലെ ബ്രെയിനിലേക്കുള്ള രക്തക്കോൽ അടഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ബ്രെയിൻ അറ്റാക്ക്. സോ സ്ട്രോക്ക് നല്ല ഷുഡ് ബി കോൾഡ് എസ് എ ബ്രെയിൻ അറ്റാക്ക്. അപ്പോഴേ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് അറിയുള്ളൂ. സോ ഇതാണ് സിംറ്റംസ്. ഇത് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ വൺ ഈസ് നമ്മളിന്ന് സംസാരിച്ച പോലെ പണ്ട് എൽഡർലി ആൾക്കാരിൽ മാത്രമേ കാണുള്ളൂമായിരുന്നു. ബട്ട് യങ്ങർ പീപ്പിളിൽ നിന്ന് കാണുന്നുണ്ട് ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മളിന്ന് വളരെ സ്ട്രെസ്ഡ് ആണ് ഇന്നത്തെ പ്രസന്റ് ജനറേഷൻ. ഈവൻ ദോ seem to take things lightly, they are very much stressed because of so many reasons. And job and stress, family stress, and food you eat. നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഇരുന്ന് ഹോട്ടലിലൊക്കെ പോകുന്നത് റയറിട്ട്. ഞാനും എൻ്റെ ഫാമിലിയും കൂടി ചെറുപ്പത്തിൽ ഞാൻ ഹോട്ടലിൽ പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് ആൻസർ. അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇല്ല എന്ന ആൻസർ. ഇപ്പോൾ നമ്മൾ ബോംബെയിലും അവിടെയൊക്കെ മടങ്ങൊക്കെ പണ്ടൊക്കെ ട്രിപ്പിന് പോകുമായിരുന്നു. കൊല്ലത്തിലൊരിക്കൽ അച്ഛന് ലീവ് ട്രാവൽ LTC പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫീസേഴ്സിന് അറിയാൻ പറ്റും. ദേ ക്യാൻ ഗോ ഫോർ എ ആനുവൽ ഹോളിഡേ. പക്ഷെ അന്ന് പോകുമ്പോഴും നമ്മൾ താമസിക്കുക നമ്മുടെ സിസ്റ്ററുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എല്ലാവരും വീട്ടിൽ മൊബൈലായാലും എവിടെയായാലും. സോ വി ഡോണ്ട് തിങ്ക് ഓഫ് സ്റ്റേയിങ് ഇൻ എ ഹോട്ടൽ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് ഇന്നും അതിന്റെ ഗുണം എന്താന്നുള്ളത് പ്രസന്റ് ജനറേഷന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നില്ല. കാരണം ഇന്നും എന്റെ അച്ഛൻ 90 ഇയേഴ്സ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ലാസ്റ്റ് വീക്കാണ് സെലിബ്രേറ്റ് ചെയ്തത്. 90 വയസ്സ്. ഹി സ്റ്റിൽ ഈസ് ഗോയിങ്. ഹി ക്യാൻ വാക്ക്, ഹി ക്യാൻ ടോക്ക്, ഹി ക്യാൻ ഗിവ് എ സ്പീച്ച്. സോ അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വൈ? ബിക്കോസ് ഐ ഹവ് നോട്ട് സീൻ ഹിം ഗോയിങ് ടു എ ഹോട്ടൽ ആൻഡ് ഈറ്റിംഗ്. ഇപ്പോഴാണ് ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെയാണ് ഞാൻ ഹോട്ടലിൽ കൊണ്ടുപോയത് ആക്ച്വലി. അതർവൈസ് ഐ ഹവ് നോട്ട് സീൻ ഹിം ഈറ്റ്. സോ ദാറ്റ് ഗിവ്സ് ആ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ വേണ്ടാത്തൊന്നും ഇടില്ല ഫുഡിൽ. ആക്ച്വലി അതുകൊണ്ട് ഒത്തിരി ടേസ്റ്റും കുറവായിരിക്കും. ഇറ്റ് കനോട്ട് ബി ആസ് ടേസ്റ്റി ആസ് ദിസ് തിങ്. ബട്ട് life will be longer even though the taste is a little less. So that is one. Pinna second thing is the society പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ cancer is alcohol. The cancer which has crept into the society is alcoholism. The biggest cancer. People think ഇന്നൊരു മീറ്റിംഗ് നടക്കണമെങ്കിൽ ആൽക്കഹോൾ വേണം. ആൽക്കഹോൾ ഇല്ലെങ്കിൽ എന്ത് മീറ്റിംഗ്? That is the situation now. അല്ലാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? സം പീപ്പിൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആൽക്കഹോൾ, അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ പീപ്പിൾ കം ദെയർ നോട്ട് ഫോർ മീറ്റിംഗ്, ദേ കം ഫോർ ആൽക്കഹോൾ. മീറ്റിംഗിന്റെ സാങ്ക്ടിറ്റിയെ പോയി കഴിഞ്ഞു. സോ whichever meeting you take, and you know, alcohol is the biggest dangerous thing which destroys not only the human being, the family and the society. ഇന്ന് ഈ വഴി കൂടെ പോണ 10 വണ്ടി എടുത്ത് പകലായാലും ശരി, 5 ആൾ വിൽ ബി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. ദാറ്റ് ഈസ് വൈ ദ റോഡ് ആക്സിഡന്റ്സ് ഹാവ് ഇൻക്രീസ്ഡ്. അവൻ പോയി ഇടിക്കുന്നത് ഏതെങ്കിലും ഒരാളുടെ ഭാര്യ, എന്താ പറയാ, ഹസ്ബൻഡിനെ ആയിരിക്കാം, ഏർണിംഗ് മെമ്പർ ആയിരിക്കാം. ഫാമിലി ഈസ് ഡിസ്ട്രോയിഡ്, യുനോ. സോ ഫോറിനിലും പീപ്പിൾ ഡ്രിങ്ക്. ഞാൻ US ഉണ്ടാകുന്ന എല്ലാവരും ഉണ്ടായിട്ടില്ല. പീപ്പിൾ ഡ്രിങ്ക്, but they don't drink and drive. They don't drink for the sake of drinking. That is a social drinking. But ഇവിടെ ആൾക്കാർ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. So that is the biggest danger. And you drink all the spurious liquors, you know. Just like the
the food type of food you get in the hotel. And second thing is, which is more dangerous now, is the drugs which has happened. Other in the young generation, there was a sister, ഒരു PMG ഒരു ടീച്ചർ എൻ്റെ ക്ലിനിക്കിൽ വന്നിരുന്നു വിത്ത് സിവിയർ ഹെഡേക്ക്. ഞാൻ നോക്കിയപ്പോൾ പ്രശ്നമൊന്നും കാണാനില്ല. അത് ഞാൻ ടീച്ചറെ കുഴപ്പമൊന്നുമില്ലല്ലോ എക്സാമിൻ ചെയ്തപ്പോൾ. എന്ത് പറ്റി? യാതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഞാൻ എൻ്റെ ഒരു ഒക്കെ മതിയായി, സ്കൂളിലേക്ക് പോകാൻ തോന്നുന്നില്ല. ഏത് ഞാൻ 8ാം ക്ലാസ് ഹൈസ്കൂളിലെ ക്ലാസ് എടുക്കുന്നത്. വന്നിരിക്കണേൽ കുറെ പേര് പിള്ളേർ ഡ്രിങ്ക്സ് വെച്ചിട്ടാണ് വരുന്നത്, പകുതിയും ഡ്രഗ്സാണ്. ചോദിക്കണേനുള്ള മറുപടി വേറെ രീതിയിലാണ് വരുന്നത്. So this is a cancer which has come into the society. It's a cancer. ഇതിപ്പോ നമ്മളൊക്കെ we have lived. We have lived. പണിയെടുത്തു, ജീവിച്ചു. I have lived. പക്ഷെ ഇനിയുള്ള നിങ്ങളൊക്കെ ഇവരുടെ കൂടെ ജീവിക്കാൻ പോകണം. I'm very sad and sorry to say that. You are going to live with abnormal people. Abnormal people. Living with normal people is good. God has designed this world to live with normal people, not with abnormal people. So we are creating problems in the world. And drugs, very important cause of stroke. Cannabis. I don't want to mention a name. One of the biggest celebrities of Palakat's son. പാലക്കാട്ടിന്റെ പേര് അറിയപ്പെടുന്നത് ഇന്ത്യയിലും അബ്രോഡും. One of the names അദ്ദേഹത്തിന്റെ പേരിലാണ്. Such a big person. But a grandson, he came and saw me. ചിത്രയിൽ പോയിരുന്നു, അവിടെ പോയി ചികിത്സിച്ചു. ഇവരും ജനീവ അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടായപ്പോ around 23-year-old fellow studying in Geneva because his father was in Switzerland and charged the whole of Europe. And ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഹിസ്റ്ററി എടുത്ത് 2 ദിവസമായിട്ടും സ്ട്രോക്കിന്റെ സിംറ്റംസ് ആയിട്ട് ഫിക്സും ഉണ്ടായിരുന്നു. Nothing was getting under control. അപ്പോൾ ഞാൻ I told my assistant, there is something wrong. എവിടെയോ ട്രാക്കിൽ ഹിസ്റ്ററി എടുത്തതിലും എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Then I spoke to him alone. എല്ലാവരെയും മാറ്റി നിർത്തി കുറെ നേരം, because I developed a confidence with him. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ he confided, I am taking drugs, which is freely available. അവിടെ over the counter available ആണ്. Then he was not getting drugs when he came to India. That is why his seizures are not getting under control. This is very shocking to his family. His father came down from Switzerland and I spoke to him. He was crying. He was earning, amassing wealth. What for? കുട്ടികൾ നന്നല്ലെങ്കിൽ ഫാദർ സ്ട്രോക്കിനൊരു പ്രധാന കാരണം അതാണ്. അച്ഛനമ്മമാർക്ക് സ്ട്രോക്ക് വരും. കുട്ടികൾ നന്നല്ലെങ്കിൽ, നല്ല മക്കളെ കിട്ടേണ്ടത് ഫസ്റ്റ്, അല്ലെങ്കിൽ ബാക്കി വരാൻ പോണത് അവന് മാത്രമല്ല. So Kasim Baisale മോളിലാണ് ഇതൊക്കെ പോകുന്നത്. Then I told him. Then he understood. You know what he did? He's such a powerful person. He said, I am shifting to Singapore. Southeast Asia in charge. He shifted to Singapore. Singapore is the only place safe in the world. ഒരു ഡ്രാഗിന്റെ ഒരു പീസ് വെച്ച് കയ്യിൽ പിടിച്ചാൽ പിന്നെ പുറം ലോകം കാണില്ല. Entire life. No questions asked. Now in Singapore. That fellow is all right. ഇപ്പോഴും എൻ്റെ അടുത്ത് റിവ്യൂവിന് വരാറുണ്ട്. ഞാൻ ഇടയ്ക്ക് സിംഗപ്പൂർ പോകുമ്പോൾ they come and meet. So that is one other cause. Now, so I spoke about hypertension, the lifestyle, this thing. Then diabetes. Diabetes is another which is there in the society. ഒരുപാട് പേർക്ക് ഷുഗർ ഉണ്ട്. So please check your sugar properly. At least once in 6 months, check your blood sugar. Blood pressure once in 3 months. Check normally. The normal blood pressure, blood sugar, and ഫുഡ് കഴിക്കണത് പ്രോപ്പറായിട്ട്, അനാവശ്യമായിട്ടുള്ള ഓയിലി ഫുഡ്
കഴിക്കരുത്. ആൻഡ് നെവർ റീകുക്ക് ഫുഡ് ആൻഡ് ഈറ്റ്. രണ്ടാമത് ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യരുത്. That is a very common mistake which is being done. Don't use the same oil for reheat the same oil, because when the fatty acids gets broken down, they become carcinogenic. Cancer producing substance ആണ് സ്റ്റോക്കും വരാം. സോ വൺസ് അപ്പോൾ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ എടുക്കണം ഓയിൽ ആവശ്യത്തിന് ഓയിൽ മാത്രം എടുക്കുക. ഓയിൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് അത് എടുത്ത് വെച്ചിട്ട് don't try to reheat and cook this thing. That produces. That is why if you look at the colon cancer rate, India is highest. Colon cancer is growing day by day in India. If you ask personally, this is one of the reasons. Apart from all the adulterated food you get from outside the hotels, all the adulterated food, food they have to put something to make it tasty. And then നമ്മുടെ അമ്മമാർക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ കേട്ടോ. അവരുമാർക്ക് ആർക്കാ കുക്ക് ചെയ്യാൻ അറിയാം? Why still you want to go to hotel and eat the food? Because they add something to attract you people. Just like ice cream or drugs to കൊടുക്കണം. Certain ice creams are more tasty, you know. Why? People want that ice cream still. Because that is one of the ways in which the drugs are being sold. So if there is an extra attraction, take it from me, there is an extra problem. Somebody has become overnight rich. 5 വർഷത്തിലാണ് എന്തെങ്കിലുണ്ടെങ്കിൽ I would say there is something wrong. 40 വർഷം പണിയെടുത്തിട്ട് 50 വർഷം പണിയുണ്ടാക്കണ പോലെയല്ല. ഓവർനൈറ്റ് ആയിട്ട് ഒന്നും നേടാൻ പറ്റില്ല. ഓവർനൈറ്റ് ആയിട്ട് അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ be cautious. Now always think that your mother knows to cook better. Your mother knows to cook better. Then excessive stress. അത് ഇന്നത്തെ ലൈഫിന്റെ പാർട്ടാണ്. ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് നറേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വാട്ട് ആർ ദി എക്സസീവ് സ്ട്രെസ്. ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കണം എങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഐ ഹാവ് നോ ആൻസർ. ബിക്കോസ് സൊസൈറ്റി ആ രീതിയിൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞു. ബട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. 8 മണിക്കൂർ സ്ലീപ്പ് വേണമെന്നാണ് പറയുന്നത് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ. പറ്റണവർ ചെയ്യൂ മാക്സിമം. ഓക്കെ, 7 to 8 hours of proper sleep, brainന് rest. See, brain needs rest. You are working all the time. Any organ which is working throughout is your brain. It uses chemicals, nutrients. ഈ കെമിക്കൽ ഡെഫിഷ്യൻസി വരികയാണ്. നൈറ്റിലാണ് ഇത് റിക്യൂപ്പ് ചെയ്യണത്. പ്രോപ്പർ സ്ലീപ്പ് ഇല്ലാത്ത ഒരാളുടെ EEG എടുത്ത് നോക്കാം, ഇലക്ട്രോഎൻസെഫലോഗ്രാം, ബ്രെയിൻ്റെ ആക്ടിവിറ്റി നമുക്കറിയാൻ പറ്റും. ചില വേവ്സ് കണ്ടു കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് സ്ലീപ്പ് കിടക്കുന്നത്. സ്ലീപ്പിന് 4 സ്റ്റേജസ് ഉണ്ട്. REM സ്ലീപ്പ്, നോൺ REM സ്ലീപ്പിന് 4 സ്റ്റേജ്. ഏത് സ്റ്റേജിൽ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ലീപ്പ് പ്രോപ്പർ ആണോ എന്നറിയാം. സ്ലീപ്പ് പ്രോപ്പർ അല്ലെങ്കിൽ യു ഗെറ്റ് ഏർലി ഡിമെൻഷ്യ, അൽഷൈമേഴ്സ് ഡിസീസ് ആൻഡ് സ്ട്രോക്ക്. സ്ട്രോക്കിനുള്ള പ്രധാന reason is lack of proper sleep. Then proper exercise is absolutely needed. വളരെ അത്യാവശ്യമാണ്. അതൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ is our Prime Minister. See, at this age he does yoga. He is the Prime Minister of India. അദ്ദേഹത്തിന്റെ തിരക്ക് വേറെ ആർക്കും ഇല്ല. Still he finds time. But you cannot say when Barack Obama was Prime Minister, President of US, read his biography. ഒരു ദിവസം എക്സസൈസ് എടുക്കാണ്ടിരിക്കില്ല. അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ബി ഏബിൾ ടു ഡു. നമുക്ക് ടൈമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സൂപ്പർഫ്ലൂവസ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദ പോയിന്റ്സ് വിച്ച് ഐ വാണ്ടഡ് ടു സ്ട്രെസ് ആസ് ഫാർ ദി പ്രിവെൻഷൻ ഇസ് കൺസേൺ. നൗ ഈ സിംറ്റംസ് വന്നു, സ്ട്രോക്ക് വന്നു എന്നുള്ള പരിധിയിൽ ആരെങ്കിലും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇസ് നീഡഡ്. ബിക്കോസ് ഈ സ്ട്രോക്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ബ്രെയിൻ സെല്ലിന്റെ പേരാണ് ന്യൂറോൺ. ഈ ന്യൂറോൺസ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. നമ്മുടെ ഹോൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ബ്രെയിനിൽ. ബ്ലഡ് ക്ലോട്ട് വന്നു, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ അടഞ്ഞു. ഓരോ മിനിറ്റും ഈ ക്ലോട്ട് തുറക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൈപ്പ്, വീട്ടിലേക്ക് വരുന്ന പൈപ്പ് അടഞ്ഞു, വെള്ളം കിട്ടുന്നില്ല, എന്ത് വേണം? ആ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്താലേ ഉള്ളിലേക്ക് വെള്ളം കിട്ടുള്ളൂ. ഈ ബ്ലോക്ക് റിമൂവ് ചെയ്യണം നമ്മൾ. എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്താൽ തുടക്കത്തിൽ ഈ ക്ലോട്ട് സോഫ്റ്റ് ആണ്, ജെല്ലി പോലെയാണ് രക്തക്കുഴലിന്റെ ഉള്ളിൽ. 4-5 ഓരോ മണിക്കൂർ കൂടുന്നത് ഹാർഡർ ആയിട്ട് വരും. 24 hours കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ്
സോളിഡ് ലൈക്ക് ദിസ്, പിന്നെ തുറക്കാൻ പറ്റില്ല. ഒരു മരുന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല തുറക്കാൻ. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. ഏറ്റവും സോഫ്റ്റ് മരുന്ന് കൊടുത്ത ടക്ക് അലിഞ്ഞു. അപ്പോ ഗോൾഡൻ പീരീഡ് ഇൻ സ്ട്രോക്ക്, പുസ്തകത്തിൽ പറയാം 3 മണിക്കൂർ 4 മണിക്കൂർ വരെ. അവർ എക്സ്പീരിയൻസ്, മൈ എക്സ്പീരിയൻസ് ടോൾഡ് ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്. സ്ട്രോക്ക് എത്തി പരിസരത്തുള്ളവർ 15 മിനിറ്റിൽ ഇവിടെ എത്തിയാൽ വി ക്യാൻ ഡിസോൾവ് ദ ക്ലോട്ട്. ഈ ക്ലോട്ട് അലിയാനുള്ള മരുന്ന് കൊടുക്കുന്നത് എഫക്റ്റീവ് ആവണമെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ സ്ട്രോക്ക് റെഡി സെന്ററിൽ എത്തണം. വാട്ട് ഈസ് ഞാനിന്ന് പേപ്പറിൽ സ്ട്രോക്ക് റെഡി സെന്റർ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുമെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് യു ഹാവ് ടു നോ. വാട്ട് ഈസ് എ സ്ട്രോക്ക് റെഡി സെന്റർ? നിങ്ങൾ വരുന്നു സ്ട്രോക്ക് ആയിട്ട്, ഈ സിംറ്റം ആയിട്ട്, എനിക്ക് എന്താ അറിയേണ്ടത്? സ്ട്രോക്ക് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ CT സ്കാൻ ചെയ്യണം. സ്ട്രോക്ക് 2 തരത്തിലുള്ളത്. ബ്ലഡ് ക്ലോട്ട് കൊണ്ട് വരുന്നതും രക്തക്കൊഴൽ പൊട്ടി, ഹൈ ബ്ലഡ് പ്രഷർ കാരണം രക്തക്കൊഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. 100 പേർക്ക് സ്ട്രോക്ക് വന്നാൽ 85 പേർക്കും ഇസ്കീമിക് സ്ട്രോക്ക് ആണ്, ക്ലോട്ടിംഗ് കാരണമാണ്. 10-15 പേർക്ക് ഹെമറാജിക് ഉള്ളൂ. അപ്പൊ ബ്ലൈൻഡ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇസ്കീമിക് സ്ട്രോക്ക്, യു വിൽ ബി റൈറ്റ്. അപ്പൊ ഈ വന്നതും CT സ്കാൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാവണം. CT സ്കാൻ ചെയ്ത് അടുത്ത ഇമ്മീഡിയറ്റ്ലി മരുന്ന് കൊടുക്കാൻ പറ്റണം. അടുത്ത സ്റ്റെപ്പ് നെക്സ്റ്റ് അഡ്വാൻസ് സ്ട്രോക്ക് സെന്ററിലാകുമ്പോൾ ഈ ക്ലോട്ടിന്റെ ലൊക്കേഷനും സൈസും അറിയാൻ പറ്റണം. CT സ്കാനിൽ അറിയാൻ പറ്റില്ല. അതിന് ബ്രെയിനിൽ ഡോപ്ലർ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എക്സാക്ട് ലൊക്കേഷൻ. ചില ലൊക്കേഷനിൽ ക്ലോട്ട് അലിയില്ല, ചില ക്ലോട്ടിന്റെ സൈസ് വലുതാണെങ്കിൽ അലിയില്ല, അല്ലെങ്കിൽ വലുതാണെങ്കിൽ നമ്മൾ അനുസരിച്ചുള്ള ഡോസേജ് ഓഫ് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എത്ര നേരത്തിനുള്ളിൽ ചെയ്യണം പറഞ്ഞാൽ 15 മിനിറ്റിൽ ചെയ്യണം to get the maximum result. ഇതൊക്കെയുള്ള സെന്ററിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പാലക്കാട് ആൻഡ് ഓൾ അക്രോസ് ദ ഗ്ലോബ്. And another hospital, he went another doctor which he told, I don't want to mention the name, still പാവം കൈ പൊക്കാൻ പറ്റാണ്ട് വന്നിരിക്കുകയാണ്. അപ്പോ നാം മനസ്സിലാക്കേണ്ടത് what I mentioned in the paper is a stroke ready center. സ്ട്രോക്ക് ചികിത്സിക്കാൻ റെഡിയായിട്ടുള്ള സെന്റർ, വിച്ച് ഈസ് CT സ്കാൻ പേഷ്യന്റ് വന്നതിന് ശേഷം ഓൺ ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ഓൺ 24 hours. പേഷ്യന്റ് വന്നതും, കാരണം CT സ്കാൻ ബൂട്ട് ചെയ്ത് ഓൺ ചെയ്ത് വരുമ്പോഴേക്ക് 2 മണിക്കൂർ പിടിച്ചു. അപ്പോഴേക്ക് എൻ്റെ ടൈം ഈസ് ഗോൺ. സോ ഇൻ എ സ്ട്രോക്ക് റെഡി സെന്റർ CT ഈസ് 24 hours on. ആൻഡ് നോർമലി ഞാനൊക്കെ മരുന്ന് കൊടുക്കുക CT സ്കാൻ റൂമിൽ വെച്ച് തന്നെ കൊടുക്കാനാണ് ഞാനിപ്പോ എന്റെ പല സെന്റേഴ്സിലും. ഈ കഴിഞ്ഞ CT സ്കാൻ എടുത്തതും ഐ ഗെറ്റ് ഇറ്റ് ഓൺ മൈ ഫോൺ. യു ഗിവ് ദ ഇഞ്ചക്ഷൻ, ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ അറിയോ, 100% അല്ല ഇതിനുള്ള റിസൾട്ട് കിട്ടും. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ബട്ട് യു ആർ 80%. ലൈഫിൽ എവിടെ 80% യു ക്യാൻ ടേക്ക് ഇറ്റ് as 100%. 80% മാർക്ക് യു ഗെറ്റ് ഇൻ 12th entrance exam, you get a medical college seat. 80% in PG NEET, you get All India Institute of Medical College PG seat. So 80% if you do in life, you are done your 100% job. 80% you do in your life within your family, good, you are taken as 100%. So 80% rule is applicable everywhere in life. You can't ask 100 people to see, okay, you are a good person. No. Nobody will say. Somebody 100% says you are a good person, there is something wrong. He has bribed that crowd. Right? Even Sri Krishna was killed, by this thing. Sri Krishna ne bola nammale kya? Is it not? You are nothing, basically. So that is the world which we are living. So at least 10 പേരെ കൊണ്ട് മോശം പറയുക. That is what to do. So basically, you should reach a stroke ready center. That is the message which I wanted to convey on a World Stroke Day. World Stroke Day. Because don't rush. See, സാധാരണ അടുത്ത ആസ്പത്രിക്ക് കൊണ്ടുപോകുന്ന പറയും, കാര്യമില്ല. ഇത്രയും സമയത്ത് അടുത്ത ആസ്പത്രി കൊണ്ടുപോയി അവിടുന്ന് റെഫർ ചെയ്ത് വന്ന് 6 മണിക്കൂർ കഴിഞ്ഞാൽ മറ്റവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇത് ഞാൻ ഐ എം നോട്ട് പ്ലേയിങ് ഡൗൺ വിത്ത് എനി ഹോസ്പിറ്റൽ, ഐ എം ടെല്ലിംഗ് യു ദ ആക്ച്വൽ ഫാക്ട്. So you come to a place where all these things are available. A neurologist also plays an important role to find out whether it is a stroke or not.
No other specialist can do that. So don't play with patients. ഇതൊരു വേറെ ലെവലിൽ ഹാൻഡിൽ ചെയ്യേണ്ട സൂക്കടല്ല. സച്ച് എ ഡെലിക്കേറ്റ് ഓർഗൻ. ഓരോ മിനിറ്റ് ലൂസ് ചെയ്യുമ്പോഴും ഈ ഈ ക്ലോട്ട് അനയിക്കാനുള്ള ഓരോ മിനിറ്റ് ലിസൺ ഇറ്റ് വെരി കെയർഫുള്ളി. ഓരോ മിനിറ്റ് ലൂസ് ചെയ്യുമ്പോഴും ബ്രെയിനിന് നഷ്ടപ്പെടുന്നത് 1.9 ബില്യൺ ന്യൂറോൺസ്. 1.9 billion neurons which are taking care of you. And it is 2.4 billion synapses. 1,000 billion is 1 billion. So 2.6 billion synapses. Synapse എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് സൈനാപ്സ് ആണ്. നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ബ്രെയിനിലുള്ള 10-15 ന്യൂറോൺസിന്റെ എൻഡിങ്ങിനെയാണ് സൈനാപ്സ് എന്ന് പറയുന്നത്. അവർ പോയി ഒരു സ്ഥലത്ത് നിൽക്കും. ആ സൈനാപ്സ് ഡിസൈഡ് വിച്ച് കെമിക്കൽ ടു ബി റിലീസ്ഡ്. വാട്ട് ഷുഡ് ഹാപ്പൻ ടു യു, വാട്ട് ഷുഡ് ബി യുവർ തിങ്കിങ്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട തിങ്കിങ് നിങ്ങളുടെ സൈനാപ്സ് ആണ്. ആ സൈനാപ്സ് കുറയും തോറും യു ബിക്കം ഡിമെൻഡഡ്. യുവർ തിങ്കിങ് ചേഞ്ചസ്, യുവർ ബിഹേവിയർ ചേഞ്ചസ്. 2.6 ബില്യൺ സൈനാപ്സസ് ആണ് ഈ ക്ലോട്ട് റിമൂവ് ചെയ്യാനുള്ള ഓരോ മിനിറ്റിനും നഷ്ടപ്പെടുന്നത്. സപ്പോസ് ഈ ട്രീറ്റ്മെന്റ് വേറെ ആസ്പത്രി 1 മണിക്കൂർ ഡിലേ വന്നാൽ സംഭവിക്കുന്നത് കേട്ടോളൂ. 1 മണിക്കൂർ കൊണ്ട് രക്തക്കൊഴൽ അടഞ്ഞിരുന്നാൽ ബ്രെയിനിന് നഷ്ടപ്പെടുന്നത് സാധാരണ നമ്മളൊക്കെ when you are living, you are not eternal. You all die. Why? Because all your organs start degenerating. Your brain starts shrinking. 3.6 ഇയേഴ്സിൽ വരുന്ന ബ്രെയിനിന്റെ ഷ്രിങ്കിങ് ആണ് ഒരൊറ്റ മണിക്കൂറിൽ നടക്കുന്നത്. ഡിലേ ഇൻ ദ ട്രീറ്റ്മെന്റ്. അപ്പൊ ബ്രെയിനിലെ ബ്ലഡ് ക്ലോട്ട് 1 മണിക്കൂർ ട്രീറ്റ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ലൂസസ് ദ ന്യൂറോൺസ് വിച്ച് ആർ ലോസ്റ്റ് ഇൻ 3.6 ഇയേഴ്സ്. അപ്പൊ നിങ്ങൾ ഒരാളെ 3.5 വർഷം ഏജ്ഡ് ആക്കുകയാണ്. സോ നൗ യു നോ ദ ഇമ്പോർട്ടൻസ്. യു ലൂസ്. സോ എവറി മിനിറ്റ് ലോസ്റ്റ് is so much of 1.9 million neurons, 2.4 billion synapses, and for every hour lost, it is 3.5 years of your age which is being lost. So never do that. If you have affection towards somebody, address, take a patient to the nearest. Palakkad district, everywhere, in the road conditions are so good, you can take the patient within 1 hour, 1.5 hours to the place where a stroke ready center is there. വടക്കഞ്ചേരി ആയാലും ഒറ്റപ്പാലായാലും മണ്ണാർക്കാടായാലും കൊഴിഞ്ഞാമ്പാറയായാലും Palakkad can be reached within 1 hour. We are very proud to say ours is a stroke ready hospital. Very proud to say that. Ours is a stroke ready hospital and the thrombolytic medication is there with us anytime. Even in this thing we can do that. So that is the biggest thing which because എന്റെ ഒരു കാര്യം കൂടി ഇതിൽ പറയണമെന്നുണ്ട്. ഈ സ്ട്രോക്കിൽ ത്രോംബോലൈറ്റിക് മെഡിസിൻ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലം 92. അന്ന് ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് വേൾഡ് വൈഡ് മൊണോപ്പൊളി. ലോകത്ത് ഒരൊറ്റ ആൾക്കേ ഉണ്ടായില്ല. ആക്ടിലൈസ് പറയും. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് വാസ് അറൌണ്ട് 90,000 rupees. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഒരു 10 സ്ട്രോക്ക് പേഷ്യന്റ് വന്നാൽ 1-2 കൂടിയല്ല ഒരാൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് ഇൻഷുറൻസും തോന്നും റാമ്പന്റ് അല്ല. സോ ഇൻ ഷോർട്ട് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് 1% വാസ് ദ thrombolytic rate. ആൻഡ് അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റിക്സും വളരെ ഇതൊന്നുമല്ല. ഇവിടെ 1 ലക്ഷം രൂപയാണ് 4.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ. ആൻഡ് ദാറ്റ് thrombolytic rate in US was only 5%. Even now, I'll come to that. 5% will run. Such an advanced country like America. So that was actually going through my mind very seriously. Something should be done to address this. It took me almost 10 years because the practice build up here. I had to address a lot of issues, convince people. Ultimately, I was involved in a great study for the humanity and the mankind. That is for the stroke thrombolytic study. That started in 1999 we started it, and that was finished in 2006. A new molecule was designed for thrombolysis
which is affordable for India, and that got approval in 2016 only. Because that was a kind of resistance which we got from the monopoly company. Ultimately, finally, I am very thankful to the Prime Minister and DCGI. He gave a blanket approval for this medicine, which is being used now for thrombolysis. And the cost was only 28,000 rupees, which is affordable to the community. And now, when I now the thrombolytic rate in India is now more than 60,000 per year. More than 60,000 per year. From 1%, that is around 500 to 600 patients only used to get thrombolysis. Now almost 40 to 50,000 or 60,000 people are getting thrombolysis and benefited, or a weakness and paralysis getting removed. So I am very happy that in my lifetime, if you ask what is my lifetime achievement, it was getting this thrombolytic agent the approval. And now every Western country this drug got approved. Australia, everywhere. UK, America also. Now just come in the American Stroke Association guideline, Tennessee place. Has come in the American Stroke Association guideline for large vessel occlusion. So that is what we are using here. So on a world stroke. So that is how. So bring that as early as possible to the stroke ready center for a thrombolysis. If it's a hemorrhagic stroke, it's a different kettle of fish. You reduce the blood pressure, you monitor the intracranial pressure, reduce the cerebral edema. That is how you treat it. Sometimes you may have to do a surgery to reduce the heavy craniectomy will have to be done to allow the brain to expand. So, in a small place where medical facilities were not there in Kolkata, at least as far as the stroke is concerned, I think we are getting self-sufficient in the management of ischemic stroke. And we are proud that we are one of the centers which are capable of doing it. And now, so that is what I wanted to convey on a World Stroke Day. So be fast. My final wording will be fast. This is by the World Health Organization. This terminology. This is internationally accepted terminology. Be fast is B is the balance if you lose. You are dealing with stroke. Eyes, you have a visual problem. Face, deviating onto one side or something. Arm. Horizontally, if the arm is drifting down, it is stroke. It's called the arm drift. It is stroke. Speech. Samsaram. Samsaram nashtapada. That's the final step. Last thing, time is brain. Don't waste your time. Reach fast, because I told you why you should reach fast. So that is a message which I wanted to convey. Now I think I will ask Dr. Vignesh to give a talk on the neuropsychological aspects. Then Vignesh is our he deals with my patients with stroke who he's an MD psychiatrist from Trivandrum Medical College. He's our full-time psychiatrist, and he is one stroke as brain has stroke. Okay. As what Prem told, very one sentence is told. Psychological problem happens more in stroke. So every patient of mine, because you're a very active person. See, he was in the Air Force. He was a fairly good post, and suddenly you lose your this thing. What will happen to you? You'll feel depressed. So most of my stroke patients, I need the assistance of Dr. Vignesh, and over to you. Thank you, sir.
നമസ്കാരം, എന്റെ പേര് വിഘ്നേഷ്. ഞാൻ ഇവിടുത്തെ സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ജസ്റ്റ് രണ്ട് ഭാഗമായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ആദ്യം സാറ് കുറെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. അപ്പൊ സ്ട്രോക്കിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കുറച്ച് മുമ്പ് സാറിന്റെ ഭാഗത്ത് കേട്ടു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറയാൻ പോകും. അപ്പൊ നമ്മൾ കുറെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലഹരി ഉപയോഗം എന്നുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് ലഹരിയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് എന്താ, ഈ സ്ട്രോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അമിതമായ ലഹരി ഉപയോഗം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ, ടൊബാക്കോ, അതായത് സിഗരറ്റും മറ്റ് ടൊബാക്കോ യൂസും, അതേപോലെ തന്നെ മദ്യപാനം. അപ്പൊ നമ്മളെപ്പോഴും മദ്യപാനം ഒരുപാട് കൂടിയാലും അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ചികിത്സ എടുക്കാനുള്ള രീതിയിൽ കുടുംബത്തിന് ഒരു മുന്നിട്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മിസ്സാവുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സിഗരറ്റ് വലി കൂടുമ്പോ നമ്മൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സിഗരറ്റ് ഉപയോഗം എന്നുള്ളതും അത് അടിമത്തത്തിലേക്ക് പോകുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറയും ടൊബാക്കോ യൂസ് എന്നുള്ളത് വേറെയാണ്, ടൊബാക്കോ യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത് വേറെ. അപ്പൊ നമ്മൾ അടിമപ്പെട്ടു എന്ന് പറയുന്നത് ഒരു സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം വല്ലപ്പോഴും ഉപയോഗിക്കുന്നത്, ഈ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലെങ്കിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ മദ്യപാനം ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത്. അപ്പൊ ഈ അടിമപ്പെട്ടു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വല്ലപ്പോഴും മാസത്തിലോ അല്ലെങ്കിൽ ഒക്കേഷനിൽ കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷെ എപ്പോഴാണ് നമ്മളൊരു ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ചികിത്സ എടുക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരുപാട് മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് വലി കൂടുതലായിട്ടുള്ളവരുടെ അടുത്ത് നമ്മൾ പറയും അത് നിർത്ത്, എന്തിനാ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, നിർത്തുമെന്ന് പറയും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് സ്വയം നിർത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് അത് പോകും. അപ്പൊ നമുക്ക് ആ ലഹരി ഉപയോഗം തടയാനുള്ളത് ശാസ്ത്രീയമായി ചികിത്സ എടുക്കേണ്ട അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ വരും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ സിഗരറ്റ് ആയാലും മദ്യപാനമായാലും അതിന് അടിമപ്പെട്ട ഒരാളിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയും അവരുടെ ഒരു പാറ്റേൺ ആണ് വല്ലപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഒരു രസത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതായിരിക്കും. പക്ഷെ പിന്നെ നമുക്ക് അത് ചോദിക്കുമ്പോഴായിരിക്കും അത് കഴിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല, ഭയങ്കരമായ ഒരു ആഗ്രഹം വരും. അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അതിനർത്ഥം ഇതിന് അടിമപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ പലതിനും പല രീതിയിൽ ആണ് ഇതിന്റെ ലക്ഷണങ്ങൾ കിടക്കുന്നത്. ഇപ്പൊ സിഗരറ്റ് വലി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ആഗ്രഹം, സിഗരറ്റ് കിട്ടിയേ തീരും എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പൊ നമ്മൾ ഇത് വർഷങ്ങളോളം ആദ്യം തുടക്കത്തിൽ ചെറിയ പ്രായത്തിൽ ഒരു രസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതില്ലാതെ ലേക്ക് വരും. അതിന്റെ കൂടെ തന്നെയാണ് ആ ഉപയോഗത്തിന്റെ അളവ് കൂടിക്കൂടി വരും. അപ്പൊ നമ്മളത് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അതായത് പണ്ട് ഉപയോഗിച്ചിരുന്നതിനേക്കാൾ എത്രയോ അടങ്ങ് കൂടുതലായിരിക്കും ഇപ്പൊ ഉപയോഗിച്ചത്. ചിലവര് 2-3 പാക്കറ്റ് സിഗരറ്റ് ദിവസവും വലിക്കുന്നവരുണ്ടാകും. അവർക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ സിഗരറ്റ് വേണം എന്നുള്ളൊരവസ്ഥ വരും. അപ്പൊ പിന്നെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും, ഉറക്കക്കുറവ് അല്ലെങ്കിൽ തലവേദന, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഈ സിഗരറ്റിനോ അല്ലെങ്കിൽ ഇതിന് അടിമപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ചിലപ്പോൾ അവര് വിചാരിച്ചാൽ പോലും അവർക്ക് നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ടാകും. ഇപ്പൊ നിക്കോട്ടിൻ ഗമ്മ് പോലത്തെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരാൻ സാധ്യതയില്ല. അവർക്ക് ആ ആസക്തി കുറയ്ക്കാനും ആ കിട്ടാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും അങ്ങനെയുള്ള ചികിത്സാ രീതികളിലേക്ക് പോകേണ്ട ആവശ്യം വരും. ആദ്യത്തെ വേണ്ടത് അത് നിർത്തണം എന്നുള്ളൊരു സ്വയം ബോധം, അതിന് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ് ആദ്യം വേണ്ടത്. എന്നിട്ടാണ് അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതിനുള്ള അടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ സഹായം തേടുക എന്നുള്ളത് അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്കൊരു പ്രശ്നം വന്നു, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഹാർട്ടിന് അസുഖം വന്ന കാർഡിയോളജിസ്റ്റ് പോകണമെന്ന് പറയുന്ന അത്ര ഒരു എളുപ്പമല്ല. നമുക്ക് ഈ ലഹരി പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതിന് ചികിത്സ എടുക്കണമെന്ന് പറയാനോ അത് ഒരു സൈക്യാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനോ കാണണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവർ പറയാൻ നമുക്ക് പേടിയാണ്, അവരെന്ത് വിചാരിക്കും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെയൊക്കെ ഒരു ആവശ്യകത മനസ്സിലാക്കി അതിനിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതായത് സൈക്യാട്രിസ്റ്റിനെ കാണുന്ന എന്തോ പ്രശ്നമാണ് അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ നമ്മളൊരു സഹായത്തിന് ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആവശ്യത്തിന് നമ്മളുടെ കയ്യിൽ നിൽക്കുന്നില്ല
ഇപ്പൊ ഈ എന്ത് സിഗരറ്റ് ആയാലും മദ്യപാനം ആയാലും നമ്മൾ ആദ്യം ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യപാനം. ഈ മദ്യപാനം ഈ പറഞ്ഞ പോലെ അത് നമുക്ക് കുറച്ചും കൂടി ഈ സിഗരറ്റിനെ പോലെയല്ല. മദ്യപാനം ഒരു അളവിൽ കൂടുതലാവുമ്പോൾ അത് വീട്ടിലും മറ്റ് ജോലി സ്ഥലത്തും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കി വീട്ടുകാരും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് കാണിക്കാൻ കുറച്ചും കൂടി തയ്യാറെടുക്കുന്നതാണ് ഈ മദ്യപാനം ഒരുപാട് കൂടുമ്പോൾ. ഈ മദ്യപാനം കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതും പക്ഷെ മദ്യപാനത്തിന് അടിമപ്പെട്ടു എന്ന് പറയുന്നതും അതും വ്യത്യാസമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കണ്ട. ഈ പറഞ്ഞ പോലെ ഈ മദ്യപാനം കൂടുന്നതിന്റെ അളവ് വല്ലപ്പോഴും കഴിച്ചിരുന്ന എല്ലാ ദിവസവും വേണം എന്നുള്ളൊരു നിലയിലേക്ക് പോകും. ഇത് കിട്ടിയില്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും അതുപോലെയുള്ള മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാവും. ഉദാഹരണത്തിന് ഇപ്പോൾ കുറെ നാളായിട്ട് മദ്യപാനം കഴിക്കുന്ന ഒരാൾക്ക് കുറച്ച് നാൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും കൈവരയിലും അതേപോലെ വളരെ തീവ്രമായിട്ട് ചിലപ്പോൾ അപസ്മാരം പോലെയുള്ള അസുഖങ്ങൾ വരെ മദ്യം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ കിട്ടിയില്ലെങ്കിൽ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളും വരാം. അപ്പൊ അത്രയും സിവിയർ ആവാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ കൈവിട്ട് പോകുന്നു എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും തുടങ്ങുമ്പോൾ എല്ലാവരും തുടങ്ങുന്നത് വല്ലപ്പോഴും എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഈ ഒരു അടിമത്തത്തിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെയൊന്നും പോവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും എല്ലാവരും തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു കൈവിട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ സിഗരറ്റ് വലി ആയാലും മദ്യപാനം ആയാലും അതിന്റെ അളവ് മുന്നത്തേക്കാളേറെ ദിവസത്തിലും അതേപോലെ അളവിലും കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിലോട്ടാണ് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ട ചികിത്സയോ അല്ല അതിനുവേണ്ട കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മളാൽ കഴിയുന്നത് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു സഹായവും നേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് സ്ട്രെസ് നമുക്ക് മാറ്റാൻ പറ്റും? ഒരിക്കലുമില്ല. നമ്മുടെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നമുക്ക് സ്ട്രെസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. കാരണം ഒരു പരീക്ഷയെക്കുറിച്ചൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുള്ളൂ. പക്ഷെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യും. ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പരീക്ഷ തലേന്ന് പഠിക്കുന്ന നമ്മൾ ടോപ്പിക് എടുത്താൽ തന്നെ നമുക്കറിയാം ആ ഒരു അളവ് നമ്മൾ ഒരിക്കലും പഠിക്കില്ല. കാരണം അത് ആ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അത് നമുക്ക് ദോഷമായിട്ട് വരും. അതേപോലെ തന്നെ ഒട്ടും സ്ട്രെസ് ഇല്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ലെവലിൽ നിർത്തേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അപ്പൊ നമുക്ക് നല്ലപോലെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ഒരു പരിധിയിലുള്ള സ്ട്രെസ് എപ്പോഴും ആവശ്യമാണ്. പക്ഷെ അത് നമ്മൾ എപ്പോഴും കൺട്രോൾ ആവണം. നമ്മുടെ ലിമിറ്റ് വിട്ട് പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കമാണ്. അപ്പോൾ ദിവസം ഒരു കൃത്യസമയത്തുള്ള 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം എപ്പോഴും നിർബന്ധമായിരിക്കും. അപ്പൊ നമുക്ക് ഉറക്കത്തിനുള്ള നമുക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ നമുക്ക് ചിലപ്പോൾ ഉറക്കം നമ്മളെ ബാധിക്കും. പക്ഷെ എങ്കിലും ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങാന്നുള്ളത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ചില കാര്യങ്ങൾ നമുക്ക് ഉറക്കത്തിന്റെ തടസ്സമായിട്ട് നമുക്ക് വരാം. അപ്പൊ അതെന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ലഹരി ഉപയോഗം, അതായത് സിഗരറ്റും മദ്യപാനവും ഒക്കെ ഉറക്കത്തിന് സിഗരറ്റ് ഉറക്കത്തിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം. അതേപോലെ തന്നെയാണ് മറ്റ് ചില കഫീൻ കണ്ടെയ്നിങ് പ്രോഡക്ട്സ് എന്ന് പറയും. അപ്പൊ ഈ കഫീൻ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അറിയാം. ഈ ഡ്രൈവർമാരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഉറക്കം വരാതിരിക്കാൻ ഒരു കാപ്പി കുടിച്ചിട്ടും ഒരു സിഗരറ്റ് വലിച്ചിട്ടും ഒക്കെ ആയിരിക്കും വണ്ടി ഓടും. അപ്പൊ ഈ ഉറക്കക്കുറവുള്ളവര് ഈ പറയുന്ന കഫീൻ കണ്ടെയ്നിങ് പ്രോഡക്ട്സ് പരമാവധി ഒഴിവാക്കുക. അത് ചിലപ്പോ സിഗരറ്റ് ആവാം, ചിലപ്പോ കാപ്പി ആവാം, അല്ലെങ്കിൽ കോള, അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉറക്കം തടസ്സപ്പെടുത്തുന്നുള്ള കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഉറങ്ങില്ലായിരിക്കും, പക്ഷെ പകൽ കിടത്തുന്നുള്ളതും നമ്മുടെ രാത്രി ഉറക്കത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉറക്കത്തിനെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത്യാവശ്യം. പിന്നെ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് നേരത്തെ
സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറ്റും അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസും നമ്മുടെ ശരീരത്തിനും മനസ്സിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പൊ ഒരു ഉച്ചഭക്ഷണം മുടങ്ങിയാലോ അല്ലെങ്കിൽ അത് വൈകിയാലോ നമ്മൾ അത്ര കാര്യമാക്കാറില്ല. അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അത്ര കാര്യമാക്കുന്നില്ല. ഇത് തുടർന്നു പോയാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും തന്നെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളുടെ ഉറക്കവും ഭക്ഷണവും കൃത്യസമയമുള്ള വ്യായാമവും നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിന് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിക്രിയേഷൻ. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ഒരു മാസം എത്ര നേരം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ 1 മണിക്കൂർ എന്ന് പറയാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അത്രയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്യാൻ മറക്കുന്നു എന്നുള്ളത്. അപ്പൊ ഒരു ദിവസത്തിൽ നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിവെക്കും. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഉന്മേഷം വളരെ വലുതാണ്. അത് ഈ സ്ട്രെസ് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ള കാര്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോ എപ്പോഴും നമ്മുടെ ഒരു പ്രവണത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തുറന്നു പറയില്ല. ഇപ്പൊ എല്ലാം അടക്കി വെച്ചിരിക്കുമ്പോൾ അത് ഒരു ദിവസം ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു സോഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു സോഷ്യൽ സപ്പോർട്ട് പേഴ്സൺ അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വീട്ടുകാരോട് പറയാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ വീട്ടുകാരോട് പറയാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതും നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ മറ്റ് ലഹരി എപ്പോഴും ഇപ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സ്ട്രെസ് വന്നാലും ഒന്നല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗത്തിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ TV, മൊബൈൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിരിക്കും നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത്. അതൊക്കെ പരമാവധി ഒഴിവാക്കി നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതൊക്കെയാണ് ഈ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് സ്ട്രോക്ക് വന്നതിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആദ്യം പലപ്പോഴും നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് ഈ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് വരാൻ ഒരിക്കൽ സാധ്യതയില്ല, അത് വന്നവരൊക്കെ മോശപ്പെട്ടവരാണ്. അങ്ങനത്തെ ഒരു പ്രവണത ഇപ്പോഴും ഉണ്ട്. നമുക്കിപ്പോഴും നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരോ പറയുന്നത് കേൾക്കാം, സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകും, അതൊരിക്കലും നടക്കാത്ത കാര്യം. അപ്പൊ ഇപ്പോഴും അതിനോടുള്ളൊരു അത് കാണിക്കുന്നത് മോശമാണെന്നുള്ളൊരു പ്രവണത ഇപ്പോഴും ഉണ്ട്. നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ഹെൽപ്പ്, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് സീക്കുക എന്നുള്ളത് എപ്പോഴും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ സഹായം നമ്മളാൽ കഴിയുന്നില്ലെങ്കിൽ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റല്ല. അപ്പൊ ഈ മാനസിക പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവുന്ന തലച്ചോറുള്ള രാസപദാർത്ഥങ്ങളുടെ വ്യത്യാസം മൂലമാണ്. അത് ചിലപ്പോ നമ്മുടെ സോഷ്യലായിട്ടുള്ള ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങൾ കൊണ്ടായിരിക്കാം. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ നടക്കുന്നത് തലച്ചോറിലുള്ള രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം മൂലമാണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ സ്ട്രോക്ക് വരുമ്പോൾ മറ്റു മാനസിക പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദ രോഗം എന്ന് പറയുന്നത്. ഇപ്പൊ വിഷാദ രോഗം, സ്ട്രോക്ക് വന്നവരിലെ വിഷാദ രോഗം 20 to 60% വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഒരു അകാരണമായ സങ്കടം, വിഷമം, ഇതെല്ലാം തുടർച്ചയായിട്ട് ഒരു രണ്ടാഴ്ച ഏറെയായി തുടർച്ചയായിട്ടുണ്ട്. അതേപോലെ എപ്പോഴും ഉറക്കക്കുറവും വിശപ്പില്ലായ്മയും, അതേപോലെ തന്നെ സ്വയം ഒരു നിന്ദ തോന്നുക, അതായത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അങ്ങനത്തെ ചിന്തകൾ തോന്നുക, ആത്മഹത്യ ചിന്തകൾ തോന്നുക, ആത്മഹത്യ പ്രവണതകൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
വരുമ്പോഴാണ് നമ്മളൊരു വിഷാദ രോഗം എന്ന് പറയുന്നത്. അപ്പൊ ആ വിഷാദ രോഗം വരുമ്പോൾ നമ്മൾ ചെറിയ കേസിൽ നമ്മുടെ ജീവിത ശൈലികൾ കുറച്ച് മാറ്റം വരുത്തിയാൽ നമ്മൾ അത് കുറച്ച് ശരിയാവും. ഈ പറഞ്ഞ പോലെ നമ്മൾ റിക്രിയേഷനും താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാറ്റം വരുമായിരിക്കും. നേരെ മറിച്ച് വളരെ കൂടുതലായിട്ട് തീവ്രമായിട്ട് വിഷാദ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ചികിത്സ നേടിയേ തീരും. അതേപോലെ തന്നെയാണ് ഉത്കണ്ഠ രോഗം. ഈ സ്ട്രോക്ക് വന്നവർക്ക് ഉത്കണ്ഠ രോഗം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഉത്കണ്ഠ രോഗം എന്ന് പറയുമ്പോൾ എന്തിനും ഏതിനും ഒരു വെപ്രാളവും നെഞ്ചെടുപ്പും പണ്ട് ഇല്ലാത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത്. ഉത്കണ്ഠ എല്ലാവർക്കും വരും. നമുക്കറിയാം, ഒരു എക്സാമിന് പോകുമ്പോഴോ ഒരു വൈവയ്ക്ക് കയറുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോഴോ നമുക്ക് ചെറിയ ഒരു ഉത്കണ്ഠയൊക്കെ വരാം. പക്ഷെ അത് രോഗമാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോഴാണ് അത് ഒരു ഉത്കണ്ഠ രോഗം എന്ന് പറയാം. അപ്പൊ ഈ ഉത്കണ്ഠ രോഗം ഈ സ്ട്രോക്ക് വന്നതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ഏരിയാസിൽ പ്രശ്നം വരുമ്പോൾ ഈ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ തന്നെയാണ് മറ്റ് ലക്ഷണങ്ങൾ, ഓർമ്മക്കുറവ്, അതേപോലെ തന്നെ അമിതമായ ദേഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ആളുകളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഉറക്കക്കുറവ്. അപ്പൊ വളരെ ചെറിയ കേസിൽ ചിലപ്പോ ഈ പറയുന്ന പോലെ മിഥ്യാധാരണ എന്നൊക്കെ നമ്മൾ പറയും, അനാവശ്യമായ പേടിയും കൊല്ലാൻ വരുന്നു എന്നുള്ള മിഥ്യാധാരണകളും അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എങ്കിലും അതും ഈ സ്ട്രോക്ക് വന്നവരിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് ഉത്തമമായ അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ ഒരു സഹായം തേടുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു വിഷാദവും ഉത്കണ്ഠയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ചികിത്സിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് നടക്കാൻ പോകുന്നത് അവർ ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അതിന്റെ തീവ്രതയും അത് ഇത്രത്തോളം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ പോകും. അപ്പൊ നമുക്ക് ഒരിക്കലും അത് നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും നമ്മളൊരു പ്രശ്നം വരുമ്പോഴായിരിക്കും അതിന്റെ അളവ് നേരത്തെ കാണിക്കാമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം തോന്നും. നമ്മളെപ്പോഴും ആ ഒരു എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്, പക്ഷെ നമ്മളത് മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വന്നവർക്ക് ഇത്തരം മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായ ചികിത്സ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷാദ ഉത്കണ്ഠയും വരുന്നവര് ഈ ഒരു ചികിത്സ എടുക്കാൻ തന്നെ മടി കാണിക്കും. ഈ ചെയ്തിട്ട് കാര്യമില്ല, എന്നെ കൊണ്ടൊന്നും ഇന്ന് ചെയ്തിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഈ സ്ട്രോക്കിന്റെ ചികിത്സയെ തന്നെയും വേറെയുള്ള അവരുടെ ജീവിതത്തെയും ബാധിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ചികിത്സ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കഴിയും. അവരുടെ ക്വാളിറ്റിയെയും അത് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോവാതെ, ആത്മഹത്യയും മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോവാതെ തന്നെ തടയാൻ ഈ ഒരു ചികിത്സ നേരത്തെ തന്നെ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് Now the last speaker would be Soumya, who is our nutritionist. See, ultimately, in every disease, what becomes is what we do, and the end result of what we do and perform will be the final end result. So what we eat, how much we eat, and what time we eat is very, very important. And she's our full-time nutritionist who helps in most of our patients, whether all stroke patients. I ask her to see, and twice she sees every stroke patient who is admitted. One during the admission and the second time at the time of discharge. And she addresses their dietary problems. Many a times it is very tough for her because it is very difficult to control somebody from eating. Okay, and many patients, it's not at all easy, So, especially when somebody is diabetic, you have to be very, very careful on the side of the diet. Especially somebody has hypercholesterolemia, you have to be very, very careful. So she will address that issue.
ഇവിടെ സാറ് ഓൾറെഡി സ്ട്രോക്ക് എന്താണെന്നും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും അതേപോലെ നമ്മുടെ സൈക്കാട്രിസ്റ്റ് സാറ് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ മെൻ്റലി നമുക്ക് അതിനെ ഡീൽ ചെയ്യാമെന്നുള്ളതും. ഇപ്പോൾ ഡയറ്റിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോവാണ്. കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അഥവാ പൂരിത കൊഴുപ്പുകൾ കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ബീഫ്, പോർക്ക്, മട്ടൻ, അതേപോലെ വേറെ എണ്ണയിൽ ബട്ടർ, ഗീ, ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം സ്ട്രോക്കിന് ഇത് ബ്ലഡിലേക്ക് വരികയും അത് സ്ട്രോക്ക് ബ്ലഡ് പ്രഷറിലേക്ക് പോവുകയും അത് പിന്നീട് സ്ട്രോക്കായിട്ട് മാറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കൂടുതലും ആൾക്കാരിപ്പോൾ ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയത് കാരണം എല്ലാവരും ഫാസ്റ്റ് ഫുഡിലേക്ക് മാറിയിരിക്കുകയാണ്. റെഡി ടു ഈറ്റ് ഫുഡ്, അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, പെട്ടെന്ന് ലഭിക്കുന്ന ബേക്കറി ഐറ്റംസ്, അതിലേക്കൊക്കെ കൂടുതലായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പൊ അത് എത്രത്തോളം നല്ലതല്ല എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫിൽ കൂടുതലായിട്ടും ഡാർക്ക് ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ്, നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ആപ്പിൾ, ഓറഞ്ച് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. സാറ് പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ ടൈം, അതായത് ചിലവര് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ലഞ്ചിലേക്ക് പോയി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ച് കഴിക്കുന്നവരാണ് നമ്മൾ മിക്കവരും. അപ്പൊ അത് എന്തായാലും ഒഴിവാക്കണം. അത് വളരെ നല്ലതല്ല. സ്കിപ്പ് ചെയ്യരുത്. എംപ്റ്റി സ്റ്റൊമക്കായിട്ട് ഇരിക്കാൻ പാടില്ല. അതേപോലെ ആൽക്കഹോളിസം, കഫീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കോഫി, അതേപോലെ അങ്ങനെ ടൊബാക്കോ യൂസ്, ഇതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും. സോൾട്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള സ്നാക്സ്, അതുപോലെ ഉണക്കമീൻ, മത്സ്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതൊക്കെ ബ്ലഡ് പ്രഷർ കൂട്ടാനും അതിലൂടെ സ്ട്രോക്കിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ സ്ട്രോക്ക് വന്ന ശേഷം ഒരു പേഷ്യന്റിന്റെ എത്ര ടോളറൻസ് ലെവലുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ചവയ്ക്കാനും അറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പല പേഷ്യൻസിലും നമ്മൾ കാണാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഡയറ്റ് കൊടുക്കുക. ഇനീഷ്യലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് സെമി സോഫ്റ്റ് ഡയറ്റിലേക്ക് പോയി, പിന്നെ സോഫ്റ്റ് ഡയറ്റ് പോയി, പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്കാണ് നമ്മളത് പ്രിഫർ ചെയ്യാറായിട്ടുള്ളത്. അതായിരിക്കും അവരുടെ കുറച്ചുകൂടി എളുപ്പത്തിൽ വരാനായിട്ടുള്ളതാണ്. പിന്നെ ഡെയിലി കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കാനായിട്ട് നോക്കുക. നെയ്യിന്റെ ഉപയോഗം, അതേപോലെ എണ്ണയുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. ബീഫ്, അതേപോലെ മട്ടൻ, പോർക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്യാതായിട്ട് നോക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ഡയറ്ററി ചേഞ്ചസ് വരുത്തുന്നതിലൂടെ സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. താങ്ക് യു. Thank you, Soumya. Probably because of the paucity of time she has constrained. Sorry, there is a very important talk on, see, stroke വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 100% അല്ല ഈ ട്രീറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്ന റിക്കവറി. സോ കാരണം ഞാൻ പറഞ്ഞു ഈ നാട്ടിൽ ഇപ്പോൾ വരുന്ന എല്ലാവരും 3 hours 4 hours വരുമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. ഐ വുഡ് സേ ഇന്നും പാലക്കാടിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ 80% ആൾക്കാർ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. 80%. 100 പേരുണ്ടെങ്കിൽ ഒരു 15-20 ആൾക്കാർ ടൈമിൽ വരുന്നുണ്ട്. ആൻഡ് ദേ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്. ദാറ്റ് മീൻസ് മെജോറിറ്റി ഇന്ന് ഇവിടെ വരുന്നത് ലേറ്റ് ആയിട്ട് വരുന്നു. ഫുൾ റിക്കവറി അത് കാരണം കൊണ്ട് പറ്റൂല. ലേറ്റ് ആയിട്ട് വന്നാൽ വെരി 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 ഫ്യൂ ഫോർച്ചുനേറ്റ് പീപ്പിൾ ആർ റിക്കവേർഡ് ഫുള്ളി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേറൊരു വേ ഓഫ് മാനേജ്മെന്റും കൂടിയുണ്ട്, വിച്ച് ഈസ് കോൾഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. ഞങ്ങളിവിടെ സ്ഥിരമായി എവറി സ്ട്രോക്ക് പേഷ്യന്റ് ICUവിൽ അഡ്മിറ്റ് ചെയ്താൽ റൈറ്റ് ഫ്രം ദ ഡേ 1 മൈ ഓർഡർ ഈസ് യു ഷുഡ് സ്റ്റാർട്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ. ഡേ 1 ICU തന്നെ തുടങ്ങുകയാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. ദാറ്റ് ഗിവ്സ് പേഷ്യന്റ് ദ മാക്സിമം ചാൻസ് ഓഫ് റിക്കവറി. അതിൽ എന്നെ ഒരുപാട് വർഷമായിട്ട് സഹായിക്കുന്നത് he was in the defense for nearly 15 years. After retirement he came to me almost 20 years ആയിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ്.
So he will tell you plenty of experiences he has got with each and every patient. It differs. Over to Titus. എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് സാർ ഇപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ സാറിനെ താങ്ക്സ് പറയുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാമില് എന്നെയും കൂടെ ഇൻവോൾവ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രദീപ് സാറിന്റെ ഒരു നേടലായിട്ട് ഞാൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൂടെയുണ്ട്. എനിക്ക് താങ്ങും തണലും പ്രദീപ് സാറാണ്. അതിലെനിക്ക് വളരെ സന്തോഷം. ഓക്കെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ്. വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ ഇന്നേ ദിവസം വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതേപോലെയുള്ള മീറ്റിങ്ങുകൾ അവരെല്ലാം നടത്തിക്കൊണ്ട് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അവയർനെസ്, ജനങ്ങളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ പ്രേം സാറിന് ഞാൻ ട്രീറ്റ് ചെയ്തതാണ് ഹെൽത്ത് കെയറില്. അന്ന് മുതൽ വളരെ നല്ല ക്ലോസ് ആണ്. ഇന്നും എന്റെ പേരൊന്നും മറന്നിട്ടില്ല. ഇപ്പൊ വരുമ്പോ എന്നെ പേര് വിളിച്ചിട്ട് അടുത്തേക്ക് വന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഇത്രമാത്രം മെമ്മറി ഉള്ളൊരു മനുഷ്യൻ. ഒരിക്കല് അദ്ദേഹം OP ട്രീറ്റ്മെന്റിന് വെൽക്കെയറിൽ വരുമ്പോ വഴിയിൽ വെച്ച് ആ ഫ്രണ്ട് ആ ഭാഗത്ത് വെച്ച് എന്നെ കണ്ടു. അന്നേരം എന്നോട് എനിക്കൊരു ഓഫർ തന്നു. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലാതെ ഒരു മജീഷ്യൻ ആയിരുന്നുവെങ്കിൽ എന്ന്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ബെൻസ് വാങ്ങിത്തരാം, ഫ്രീ ആയിട്ടൊരു ബെൻസ് തരാം, എന്റെ ഈ കൈയൊന്ന് ശരിയാക്കി തരുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായി. അന്ന് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. നമ്മളൊന്നും ആരും മജീഷ്യന്മാരാരുമില്ല, അല്ലെങ്കിൽ ശരിയാവട്ടെ എന്ന് പറഞ്ഞ് ശരിയാക്കാനും നമുക്ക് പറ്റില്ല. ഇതിന് പുറകിൽ നമ്മുടെ ഒരു പരിശ്രമമുണ്ട്, ഒരു പ്രയത്നമുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂറോ റീഹാബിലിറ്റേഷൻ ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ സംബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദി ഏർലിയസ്റ്റ്, അതായത് ഇവര് അക്യൂട്ട് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ആവും. അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ ഒരുപാട് സമയം കടന്നുപോയതുകൊണ്ട് അധികമായിട്ട് ഞാൻ പറയുന്നില്ല. വേണ്ടുന്ന ചില കാര്യങ്ങൾ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ റീഹാബിലിറ്റേഷൻ ടീം എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റോ മാത്രം അടങ്ങിയതല്ല. ഇതില് ഡോക്ടറുടെ സേവനം പ്രഥമമായിട്ടുണ്ട്. പിന്നെ ട്രെയിൻഡ് നേഴ്സസ് ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, പിന്നെ മോറോവർ ഫാമിലി മെമ്പേഴ്സ്. ഈ സ്ട്രോക്ക് ഫീൽഡിലെ ഫാമിലി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. എന്നാലേ നമുക്കൊരു റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് പേഷ്യന്റ് ജീവിതത്തെ നമ്മൾ അവതാളത്തിലാക്കാറുണ്ട്. ചില കാര്യങ്ങൾ എല്ലാവരുടെയും നോട്ടീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അക്യൂട്ട് സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് മോസ്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റാതെ പാരലൈസായി കിടക്കുന്ന ഒരാളാണ്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവർ വീട്ടിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ, വാർഡിലായിരിക്കുമ്പോൾ, ICUലായിരിക്കുമ്പോൾ, എവിടെയായിരുന്നാലും ചില പൊസിഷൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. പേഷ്യന്റിനെ കിടത്തേണ്ട ചില വിധങ്ങളുണ്ട്. അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വിചാരിച്ചാൽ നടക്കില്ല. അതിനെല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഈ പൊസിഷൻസ് കീപ്പ് ചെയ്തില്ല എങ്കിൽ പല ഡിഫോർമിറ്റിയിലേക്കും പേഷ്യന്റ് കടന്നുപോകും. സിമ്പിളായിട്ട് നമുക്ക് തോന്നാം, എന്നാൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ്, പേഷ്യന്റ് ഇപ്പോൾ കിടക്കുകയാണ് ബെഡില്, ലൈങ് ഓൺ ഹിസ് ബാക്ക്, മലർന്ന് കിടക്കുന്നു. ഈ സമയത്ത് ഫസ്റ്റ് പുട്ട് എ സ്മാൾ പില്ലോ അണ്ടർ ഹിസ് നെക്ക്. പ്ലെയിൻ ആയിട്ട് കിടത്താനാണ് പരിശ്രമിക്കേണ്ടത്. ഒരു ചെറിയ പില്ലോ ഹെഡിന് താഴെ വയ്ക്കുന്നു. നെക്കിനെ ഒരു ന്യൂട്രൽ പൊസിഷൻ, ഹൈപ്പർ ഫ്ലെക്ഷൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ വലിയ തലവണ വെച്ച് തല മടക്കി വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് മലർന്നു കിടക്കുന്ന പേഷ്യന്റെ ഹെഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ട് സൈഡിലേക്ക് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ല എങ്കിൽ
STNR എന്ന് പറയും, സിമെട്രിക്കൽ ടോണിക് നെക്ക് റിഫ്ലെക്സ് എന്ന് പറയുന്ന പ്രോബ്ലം ക്രിയേറ്റ് ആവും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അപ്പർ എക്സ്ട്രിമിറ്റിയുടെ ഫ്ലെക്ഷൻ ഡിഫോർമിറ്റിയിലേക്ക് കടന്നുപോകും. അതുകൊണ്ട് തന്നെ ഈ പേഷ്യന്റെ തല, ഈ ഹെഡ് രണ്ട് സൈഡിലേക്കും പീരിയോഡിക്കലി നമ്മൾ പതുക്കെ മൂവ്മെന്റ്സ് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, പേഷ്യന്റിന്റെ ഷോൾഡർ. ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡ് പാരലൈസ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ റൈറ്റ് സൈഡിന്റെ ഷോൾഡറിനടിയിൽ ഒരു ടവൽ ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുത്ത് ഈ ഷോൾഡറിനെ കുറച്ചൊന്ന് ഫോർവേഡായിട്ട് ആ പൊസിഷനിൽ കീപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു പില്ലോയിലേക്ക് കൈ നീട്ടി വെക്കണം, കവിഴ്ത്തി വെക്കണം. ഫിംഗേഴ്സും തമ്പും ഓപ്പൺ ചെയ്ത് തന്നെ വെക്കണം. ഇത് ത്രൂ ഔട്ട് ദി ഡേ നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പൊസിഷനിങ്. നെക്സ്റ്റ്, ഹിപ്പിന്റെ അവിടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, റൈറ്റ് സൈഡ് ഹിപ്പിനടിയിലും ഒരു പില്ലോ അല്ലെങ്കിൽ സ്മാൾ പില്ലോ അല്ലെങ്കിൽ ടവൽ ഫോൾഡ് വെച്ചിട്ട് ഈ ഹിപ്പിനെ ഒന്ന് എലിവേറ്റ് ചെയ്യുക, ഒന്ന് പൊക്കി വെച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ ഹിപ്പ് ഡ്രൂപ്പിംഗ് ആയിരിക്കും, പുറകിലേക്ക് വീണു പോകും. പിന്നെ നമുക്ക് നടത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ ഹിപ്പിനടിയിൽ ഒരു ടവൽ ഫോൾഡ് ചെയ്ത് കുറച്ചൊന്ന് ഹിപ്പിനെ ഒന്ന് ഫോർവേഡായിട്ട് വെച്ചു കൊടുക്കുക. നെക്സ്റ്റ്, നീ ജോയിനിലേക്ക് വരുമ്പോൾ ഒരു പില്ലോ വെച്ച് ഒരു സെമി ഫ്ലെക്ഷൻ ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫീറ്റിന്റെ അവിടെ വരുമ്പോൾ ഫീറ്റ് ന്യൂട്രൽ പൊസിഷനിൽ വെക്കുക. ഒരു ചെറിയ പില്ലോ ഒക്കെ വെച്ച് ന്യൂട്രൽ സാധാരണ പൊസിഷനിൽ വെക്കുക. ഫുഡ് ഡ്രോപ്പ് ആകാതെ ചെറിയൊരു പില്ലോ ഒക്കെ കൊടുത്ത് ന്യൂട്രലായിട്ട് വെക്കുക. ഇതാണ് മലർന്നു കിടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇതിന് ഡീപ്പായിട്ട് നോളജ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ഡിഫോർമിറ്റിയിൽ നിന്ന്, കോൺട്രാക്ചറിൽ നിന്ന്, വേദനകളിൽ നിന്ന് പല ഇതിനുശേഷം മെഡിക്കലി നമ്മൾ രോഗമൊക്കെ മാറ്റിയെടുക്കാം. പക്ഷെ ഫിസിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോഴേ ഈ പൊസിഷനിങ് മെയിൻ ആണ്. അപ്പൊ മലർന്നു കിടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാനൊരു ചെറിയൊരു ഗൈഡൻസ് തന്നു. ഇനിയും പേഷ്യന്റ് അയാളുടെ നല്ല സൈഡിലേക്ക് ചരിഞ്ഞെടുക്കുന്ന ഒരു പൊസിഷൻ, സൗണ്ട് സൈഡിൽ, അതായത് അൺഎഫക്റ്റഡ് സൈഡിലേക്ക് കിടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു റൈറ്റ് സൈഡ് പാരലൈസ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ 1 or 2 പില്ലോസ് ഷുഡ് ബി പ്ലേസ്ഡ് അണ്ടർ ഹിസ് ഹെഡ്. 1, 2, അതായത് ഈ ഗ്യാപ്പ് കവർ ചെയ്തൊക്കെ വേണം നല്ല കനത്തിൽ ഒരു പില്ലോ അല്ലെങ്കിൽ 2 പില്ലോ ഒന്നിച്ച് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് നല്ല സൈഡിലേക്ക് തിരിച്ചു കിടക്കണം. പിന്നെ 2 പില്ലോസ് ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ വയ്യാത്ത കൈ പില്ലോയുടെ മുകളിലേക്ക് വെക്കുക. ഷോൾഡർ കുറച്ച് ഫോർവേഡ് പൊസിഷനിലായിട്ട് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ്, എന്നിട്ട് ഈ പില്ലോയുടെ മുകളിൽ കൈപ്പത്തി കവിഴ്ത്തി വെച്ചിട്ട് ഫിംഗേഴ്സ് എല്ലാം ഓപ്പൺഡ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ്, ഹിപ്പിന്റെ വേസ്റ്റിന്റെ അവിടെ ഒരു പില്ലോ വെച്ചിട്ട് ആ ആർച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ വയ്യാത്ത കാല്, റൈറ്റ് ലെഗ് വയ്യാത്ത കാല് മുന്നിൽ പില്ലോ വെച്ച് ഒരു സെമി ഫ്ലെക്ഷൻ പൊസിഷനിൽ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇത്രയാണ് നല്ല സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഇനിയും വയ്യാത്ത സൈഡിലേക്കാണ് കിടക്കുന്നതെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലേക്ക് ആണ് കിടക്കുന്നതെങ്കിൽ പില്ലോ, 2 പില്ലോ ഹെഡിന്റെ അവിടെ, ഷോൾഡർ കുറച്ച് ഫോർവേഡായിട്ട് വെച്ചിട്ട് അതിനടിയിൽ ഒരു പില്ലോ വെച്ച് തോള് കുറച്ച് ഫോർവേഡായിട്ട് വെച്ചിട്ട്, അപ്പോഴ് നമ്മുടെ ഈ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഷോൾഡറിലേക്ക് പോവാതെ, ഷോൾഡർ ജോണിലേക്ക് പോവാതെ നമ്മൾ അതിനെ കീപ്പ് ചെയ്യണം. കംപ്ലീറ്റ് വെയിറ്റ് ഈ ഷോൾഡർ ബ്ലേഡിലേക്ക് പോകണം, പുറത്തുള്ള ഷോൾഡർ ബ്ലേഡിലേക്ക് പോകണം. അപ്പോഴേ ഈ സൈഡിലേക്ക് ഈ പൊസിഷനിൽ തിരിച്ചു കിടക്കണം. അതിനുശേഷം കാലിന്റെ അവിടെ വരുമ്പോൾ വയ്യാത്ത കാല് നീട്ടി വെക്കുക. പറ്റുന്ന നല്ല കാല് പില്ലോ വെച്ചിട്ട് ഒരു ഫ്ലെക്ഷൻ പൊസിഷനിൽ മടക്കി വെച്ച് കൊടുക്കുക. പുറകിൽ 1-2 പില്ലോ കൊടുത്താൽ പേഷ്യന്റിന്റെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ 3 പൊസിഷൻസ് പറഞ്ഞു. മലർന്ന് കിടക്കുമ്പോൾ ചെയ്യേണ്ടത്, 2 സൈഡിലേക്ക് കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാവരും മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ഇനിയും ബെഡിൽ നമ്മൾ പേഷ്യന്റ് ഇരുത്തണം. ബെഡിൽ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുന്ന പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കംപ്ലീറ്റ് പില്ലോ വെച്ചിട്ട് ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് 90 ഡിഗ്രിയിൽ എത്താൻ പരിശ്രമിക്കുക. റൈറ്റ് ആംഗിൾ. ഹെഡിന് പുറകിൽ, തലയുടെ പുറകിൽ ഒരു സപ്പോർട്ടും കൊടുക്കരുത്. പേഷ്യന്റിനോട് ഹെഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. പിന്നീട് കാല് രണ്ടും നീട്ടി വയ്ക്കുന്നു. പിന്നെ
ഓക്കെ, ഇത്രയേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി ബെഡിന് താഴേക്ക് കാലിട്ടിട്ട് പേഷ്യന്റിനെ നമ്മൾ ഇരുത്തുകയാണ്. ഈ സമയത്ത് നമ്മൾ പേഷ്യന്റിന്റെ മുന്നിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ, അവർ വീഴില്ല എന്ന് അവരോട് പറയാൻ, അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ നിൽക്കുകയായിരിക്കും ബെറ്റർ. അപ്പോൾ റൈറ്റ് ആംഗിളിൽ തന്നെ അവരിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ എഫക്റ്റഡ് സൈഡിൽ നമ്മൾ അവരോട് ക്ലോസ് ആയിട്ട് ഇരുന്ന് കൊടുക്കുക. അങ്ങനെ കുറച്ച് ദിവസം ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ആ ബാലൻസിന്റെ പ്രോബ്ലം, ഇംബാലൻസിന് മാറിപ്പോയിട്ട് അവർക്ക് അത് അവരുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നീ റൈറ്റ് ആംഗിൾ, കാൽപാദവും അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ ആയിട്ട് വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത്രയുള്ള കാര്യങ്ങളാണ് പൊസിഷനിങ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്സസൈസ് ഞങ്ങൾ കൊടുക്കാറുണ്ട് അക്യൂട്ട് സ്റ്റേജിൽ. പിന്നെ പേഷ്യന്റിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ കണ്ടീഷൻ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, അവരുടെ ഏജ്, അവരുടെ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്ത് അവർ നമ്മൾ കണ്ടും മനസ്സിലാക്കി പേഷ്യന്റ് എന്ത് കൊടുക്കണം എന്ന്, ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങള് ഫസ്റ്റിൽ ഞങ്ങളൊരു കാൽക്കുലേഷൻ ചെയ്യും. അതിനനുസരിച്ചാണ് ആക്ച്വലി ട്രീറ്റ്മെന്റ് നടക്കുക. വേണ്ടുന്നവർക്ക് വേണ്ടുന്നത് പോലെയുള്ള ട്രീറ്റ്മെന്റ് ആണ് എക്സസൈസ് ത്രൂ ഞങ്ങൾ കൊടുക്കുക. പക്ഷേ ജനറലി സ്റ്റാർട്ടിങ്ങിൽ പാസീവ് മൂവ്മെന്റ്സ് ആണ് കൊടുക്കുക. കാരണം പേഷ്യന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് റേഞ്ച് മോഷൻ എക്സസൈസസ് പാസീവ്ലി നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഞങ്ങൾ ഇതിനെ ചെയ്തു കൊടുക്കുന്നു. അതായത് കോൺട്രാക്ഷൻ വരാതിരിക്കാൻ, മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ, ഇതിനൊക്കെ നമ്മളത് കൊടുക്കാറുണ്ട്. പിന്നെ DVT എന്ന് പറയുന്ന പ്രോബ്ലം, ഡീപ് വെയിൻ ത്രോംബോസിസ് ഒക്കെ സംഭവിക്കും. അപ്പൊ ഈ ജനറൽ പാസീവ് മൂവ്മെന്റ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ DVT ഉണ്ടാവാതെ നമുക്ക് നോക്കാം. പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻസ് നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. കുറച്ച് ലേറ്റർ കുറച്ചൊന്ന് പ്രോഗ്രസ് വരുമ്പോൾ ആക്റ്റീവ് അസിസ്റ്റഡ് മൂവ്മെന്റ്സിലേക്ക് കടക്കുകയാണ്. പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നു വിത്ത് സപ്പോർട്ടേഴ്സ്. അപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പേഷ്യന്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന എക്സസൈസ് ആണ് ആക്റ്റീവ് അസിസ്റ്റഡ് ROM എക്സസൈസസ്. അത് നമ്മൾ കൊടുക്കുന്നു. പിന്നീട് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആകുമ്പോൾ നമ്മൾ അവരെ, അതുപോലെ അതിന് വേറൊരു കാര്യമുണ്ട്, ബെഡിന് മുകളിൽ എങ്ങനെ റോൾ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കേണ്ടത്, റോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന്, കൈക്കും കാലിനും കേടുവരാത്ത വിധത്തിൽ എങ്ങനെ മൂവ് ചെയ്യണമെന്ന്, എങ്ങനെ കട്ടിൽ നിന്ന് ഇരിക്കണമെന്നുള്ള ട്രെയിനിങ്ങുകളെല്ലാം കൊടുക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ റീഹാബിലിറ്റേഷൻ, ന്യൂറോ റീഹാബിലിറ്റേഷൻ സ്ട്രോക്ക് ഫീൽഡിൽ ഉദ്ദേശിക്കുന്നതും ചെയ്യുന്നതും. എന്നാൽ നമ്മളൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് അത്യാവശ്യമാണ്. പേഷ്യന്റിനെ റീഅഷ്യൂർ ചെയ്തേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ പ്രദീപ് സാർ പോയി പറഞ്ഞത് സാരമില്ല, ശരിയാവും, ആ ഒരു വാക്കിന് വിലയുണ്ട്. നമ്മുടെ ഓരോ വാക്കിനും, നമ്മുടെ ഓരോ നോട്ടത്തിലും പേഷ്യന്റിന്റെ രോഗം മാറ്റാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് പേഷ്യന്റിനോട് നമ്മൾ വളരെ സ്നേഹത്തില് ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആകത്തക്കവണ്ണം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ധൈര്യം പകർന്ന് അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നൊരു ഉത്തമ ബോധ്യം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് മാറ്റം വരും. അവർ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല അവർ ഇന്ന്. അവരെ വീണ്ടും അവരുടെ പ്രീവിയസ് ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. WHO ഇന്നത്തെ തീം ടുഗദർ വി ആർ സ്ട്രോങ്ങർ ദാൻ സ്ട്രോക്ക്. ടുഗദർ വി ആർ, നാം ഒരുമിക്കുന്നുവെങ്കിൽ, ഫാമിലി മെമ്പേഴ്സും പേഷ്യന്റും ഡോക്ടേഴ്സും മറ്റുള്ള എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടെ നമ്മൾ ഒന്നിക്കുന്നുവെങ്കിൽ സ്ട്രോക്ക് നമ്മളുടെ മുന്നിൽ നിസ്സാരമാണ്. നമുക്ക് നമ്മുടെ പേഷ്യന്റിന്, അവർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, സുഹൃത്തുക്കളാകാം, സഹജീവികൾ ആരോ ആട്ടെ, അവരെല്ലാം ഒരു നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം, കർത്തവ്യം, കടമ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. താങ്ക് യു. Thanks. Eumed was a patient here. She got discharged. ഹലോ, ഞാൻ 5 വർഷമായിട്ട് തലകറങ്ങിയിട്ട് നടക്കാൻ പറ്റാണ്ട് ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ പ്രദീപ് സാറിന്റെ കണ്ടപ്പോൾ പ്രദീപ് സാറിന്റെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വീൽ ചെയറിലായിരുന്നു റൂമിൽ പോയി കിടന്നത്. ഇപ്പോൾ 2 മാസം കൊണ്ട് നടക്കാൻ തന്നെ തുടങ്ങി. പ്രദീപ് സാറിനെ എനിക്ക് ഭയങ്കര ദൈവത്തിന്റെ മാതിരിയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ആക്ച്വലി ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷീ കെയിം ടു ഇത് പറഞ്ഞു, സാർ എനിക്ക് 2 വാക്കാണ് പറഞ്ഞേ പറ്റും. സോ I didn't know this is what she wanted to tell. Okay.
So this is the kind of motivation which we get. This is the motivation. See, people ask me why I work so hard, because are you running in the hospital? Are you running the hospital now? I said, not, I am not running the hospital, I run in the hospital. Okay, I run in the hospital. Okay, so because of people like them, I have to run. This is the motivation for me to run in the hospital. And actually, now we'll go to the last. I hope you enjoyed the session. Actually, Titus nokku ഒരുപാട് പറയാനുണ്ട്. ഇന്ന് Titus cut short ചെയ്തതല്ല. Because the kind of experience which he got. Neurology rehabilitation is a real rehabilitation. In fact, over a specific muscular disease, he does rehabilitation. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശ്രീ രാധാകൃഷ്ണൻ അവർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് സംസാരിച്ചാണ്. ഹി ഹാഡ് എ സെക്കൻഡ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഹി കെയിം ടു മീ അതിനുശേഷം ഫോർ ദിസ്. ഹി വാണ്ടഡ് ടു നോ ദ റീസൺ. So I did the brain circulation study and all for him, and I certified him. Now I'm left with one more. And then the external cardiac recorder is coming for that. So he see the kind of this thing. ശരിക്കും പറഞ്ഞ പ്രിവെന്റീവ് ആസ്പെക്ട് ഓഫ് സ്ട്രോക്കിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടാണ് ഇവിടെ വേറൊരാൾ സംസാരിക്കാനുണ്ടായിരുന്നു, അവരെ കട്ട് ഷോട്ട് ചെയ്തത്. ബിക്കോസ് ഹി ഓൾമോസ്റ്റ് ടച്ച്ഡ് ഓൺ എവറി പ്രിവെന്റീവ് ആസ്പെക്ട് ഓഫ് സ്ട്രോക്ക് അത്ര ഭംഗിയായിട്ട്. ആൻഡ് again I'm coming back to the point, stroke പറയുന്നത്, see the difference for stroke, brain attack and heart attack. ഒരാൾക്ക് ഒരു മനുഷ്യന് വരാവുന്ന മേജർ 3 diseases മാൻകൈൻഡിന് മോർട്ടാലിറ്റി വരുത്തുന്നത്. ഫസ്റ്റ് ഈസ് ക്യാൻസർ. ഒരു കാലത്ത് നമ്മുടെ ലോ ഇൻകം കൺട്രി, നമ്മുടെ ലിറ്ററലി ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ട്യൂബർക്ലോസിസ്, മലേറിയ, plague, all these infectious diseases, gastroenteritis, all these infectious diseases ആയിരുന്നു maximum mortality, cholera എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ അതിന്റെ പാൻഡമിക് വരുമ്പോൾ നിങ്ങൾ all of you would have understood. And of course lately this viral disease which has come recently, നമ്മളൊക്കെ ഷട്ട് ഓഫ് ചെയ്തത് കൊറോണ വൈറസ്. But apart from that, cancer is the most deadly disease which takes max. But actually heart attack and stroke. So the problem, the difference between brain attack and heart attack is brain and heart attack. Either the patient survives or he dies. Either he survives or he dies. That's within 24 hours. Within 24 hours, you know. But the problem with brain attack is മര്യാദയ്ക്കുള്ള ടൈമിൽ കിട്ടിയില്ലെങ്കിൽ അതിന് ശേഷം വരാനുള്ള വീക്ക്നെസ്സും മോർബിഡിറ്റി അത് പേഷ്യന്റിന് മാത്രമല്ല എൻറ്റയർ ഫാമിലിക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്ഹാർട്ടനിങ്. സോ ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് മോർബിഡിറ്റി പറയും. അതുകൊണ്ട് ഇവിടെ ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് അങ്ങനെയുള്ള ഒരു ഡിസീസിന് ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് നീഡ്സ് എ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഫോർ ദ ട്രീറ്റ്മെന്റ്. നീഡ്സ് എ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് വെച്ചാൽ ദ പ്രോപ്പർ ടൈംലി റെഫറൽ വിതൗട്ട് delaying the treatment. Our message, I think each one of you who have come here, please spread to the society. That will be my humble request. Please spread to the society the message which was conveyed. And that will be the greatest thing which you are doing for the community. And now I invite Dr. Sri Lakshmi to give the word of thanks. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു സൺഡേ വേൾഡ് സ്ട്രോക്ക് ഡേക്ക് ഇത്രയും ടൈം ചെലവഴിച്ച് വന്ന എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും സ്ട്രോക്ക് എന്ന് പറയുന്നത്, ലൈക്ക് ഡോക്ടർ പ്രദീപ് പറഞ്ഞതുപോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്കറിയാം ഇതാ നമ്മൾ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് ആ ഒരു ഷോർട്ട് പീരീഡ്. പക്ഷെ സ്ട്രോക്ക് എന്ന് പറയുന്നത്
ഒരു ലൈഫ് ടൈം നമുക്കൊരു ഹാൻഡിക്യാപ്പാണ്. അതായത് വളരെ ഒരു നോർമൽ ആയ ഒരു വ്യക്തി, ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഓൾ ഓഫ് എ സഡൻ ഒന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ട് അവർക്ക് വരുന്ന ഒരു ഡിസബിലിറ്റി, ഒരു കൈ ഒരു ഭാഗം തളരുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം തളരുന്നതിന് മാത്രമാണ്. പക്ഷേ നമ്മളറിയാത്ത കുറെ ലക്ഷണങ്ങൾ മിസ്സാവുന്നുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അങ്ങനത്തെയൊക്കെ ഏർലി ലക്ഷണങ്ങളിൽ, അതേപോലെ സ്പീച്ച് ഡിഫിക്കൽട്ടി വരുമ്പോഴും ഒക്കെ നമ്മൾ ടൈംലി കൊണ്ടുവരണം എന്നുള്ളത് ആ ഒരു മെസ്സേജ് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബി ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഭാഗം തളർച്ച മാത്രമല്ല, കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ ബാലൻസിന് ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ നമ്മൾ സ്ട്രോക്കിന്റെ ഏർലി ഇൻഡിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈംലി ആ ഒരു സമയത്തിനുള്ളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് നമുക്ക് അവര് ജീവിതകാലം മുഴുവൻ അവർ ഫിസിക്കലി, അതുപോലെ തന്നെ ഇമോഷണലി, ഫൈനാൻഷ്യലി, ഈവൻ സൈക്കോളജിക്കലി അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഒരു ലൈഫ് ഫുൾ അനുഭവിക്കേണ്ടതാണ്. സോ ഓരോരുത്തരും, ഡോക്ടർ മാത്രമല്ല, എത്രത്തോളം നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു പേഷ്യന്റിനെ കൃത്യസമയത്ത് ഒരാളെ റെഫർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ അവരെ ആ ഒരു പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് ഓരോരുത്തർക്കും റോൾ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈ മെസ്സേജ് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇത്രയും നേരം ഇവിടെ ഉണ്ടായ എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണം സ്വീകരിച്ചു വന്ന അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ രാധാകൃഷ്ണൻ സർ, അതുപോലെ തന്നെ ഗോവിന്ദൻ ഉണ്ണി സർ, അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും വെൽവിഷേഴ്സായ പ്രേം സർ, ഇപ്പോ അതുപോലെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ഓമന, എല്ലാവരും അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അത് പ്രോപ്പറായിട്ട് ആ ഒരു ടൈംലി മാനേജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എത്രമാത്രം പഴയ പോലെ ആവാം എന്നുള്ള ഒരു മെസ്സേജ് അവർ കൺവേ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഓരോന്നിനെയും പറ്റിയിട്ട് സംസാരിച്ച ഡോക്ടർ വിഘ്നേഷ്, നമ്മുടെ സൈക്യാട്രിസ്റ്റ്, സൗമ്യ, അതുപോലെ ടൈറ്റസ്, എല്ലാവർക്കും വളരെ താങ്ക്സ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കാൻ ഇതിന്റെ ബാക്കിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank all of you, and we'll adjourn.